السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي على آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا لك حيلتنا فادركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: المرء مع من أحب. صدق رسوله الكريم. സമാദരണീയരായ പണ്ഡിതന്മാർ, വന്യവയോധികരായ പ്രായമുള്ള കാരണവന്മാർ, ഇന്നിന്റെ പ്രതീക്ഷയും നാളെയുടെ വാഗ്ദാനങ്ങളുമായ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ, വിശുദ്ധ റമളാനിന്റെ പകൽ സമയത്തെ വൈജ്ഞാനിക വെളിച്ചം കൊണ്ട് ധന്യമാക്കുക, ഹൃദയം തെളിച്ചമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സ്വർഗീയ ഉദ്യാനത്തിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സംഗമിച്ച പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുകയും ഇത് കാരണത്താൽ സൗലോക സ്വർഗത്തിൽ മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായി ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ജീവിതത്തിന്റെ സഞ്ചാരത്തിനിടയിൽ കടന്നു വന്ന ദോഷങ്ങളാകുന്ന കീടങ്ങളെ അള്ളാഹു റമളാൻ എന്ന അർത്ഥസാധ്യതയുടെ സാക്ഷാത്കാരം പോലെ കരിക്കുകയും പൊറുക്കുകയും അതിന്റെ പാടുകളും പാടകളും കറകളും ചേളുകളും ചളികളും ഹൃദയത്തിൽ നിന്ന് തുടച്ചുമിനുക്കി സംശുദ്ധമാക്കുകയും നമ്മുടെ അയവുകളൊക്കെ മറക്കുകയും നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരികയും പ്രയാസങ്ങൾ അകറ്റുകയും കടങ്ങൾ വീട്ടുകയും സ്വാസ്ഥ്യമായിട്ടുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം നൽകുകയും ചെയ്യട്ടെ. അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും, ഇവിടെ ഇരിക്കുന്നവരെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ,
മഗ്ഫിറത്തിന്റെ 10 മധ്യഭാഗം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു നമ്മുടെ വിഷയം. 1 മണിയോളം നീണ്ട് സംസാരിച്ചിട്ടും ഖദീജാബിയുടെ എനിക്ക് തന്നെ പറയണം എന്ന് തോന്നിയ സുപ്രധാനമായ പല കാര്യങ്ങളും പറയാതെ വിട്ടുകൊണ്ടാണ് ഞാൻ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയത്. അതുകൊണ്ട് ഇന്ന് സാന്ദർഭികമായി ഇൻഷാ അല്ലാഹ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ദുനിയാവിൽ നമുക്ക് പ്രാവർത്തിക മേഖലയിൽ പകർത്താനും ആഖിറത്തിൽ അതുകൊണ്ട് രക്ഷപ്പെടാനും കഴിയുന്ന തത്വോപദേശങ്ങളിലൂടെ ചെറിയ സമയം സഞ്ചരിച്ചുകൊണ്ട് വൈകാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. അല്ലാഹു വിശുദ്ധ റമളാനിന്റെ വിശപ്പും ദാഹവും സ്വാഭാവികമായി കടന്നു വരുന്ന ക്ലേശത്തെ സഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ അധ്വാനത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സമയത്ത് പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് റമളാൻ സത്യത്തിൽ അതൊരു ഹോസ്പിറ്റൽ പോലെയാണ്. എന്റെ ഒരു സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഒരാഴ്ച കടത്തി മരുന്ന് കൊടുത്ത് രോഗം മാറിയിട്ടില്ല. അപ്പൊ പിന്നെ എടപ്പാളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരാഴ്ച കടത്തി ട്രീറ്റ്മെന്റ് നടത്തി ഭേദമുണ്ടായില്ല. അപ്പൊ പിന്നെ തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവിടുന്നും ഭേദമായിട്ടില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതാണ് അതിന്റെ സ്വാഭാവികമായ രീതി. ഞാൻ ചോദിക്കുന്നു, റമളാൻ 1 അല്ലാഹു കിട്ടണില്ല. റമളാൻ 1 അല്ലാഹു അതിനെ കുറിച്ച് അറിയണ ആരാ? കൂടുതൽ അറിയണങ്ങളാ? റമളാൻ 1 അല്ലാഹു നമ്മൾ അഡ്മിറ്റ് ചെയ്താണ്. ഇപ്പൊ റമളാൻ 16 ദിവസം മരുന്ന് നമ്മൾ കുടിച്ചു. ഇപ്പൊ നമ്മളെല്ലാരും ചിന്തിക്കേണ്ടത് മാറിയിട്ടുണ്ടോന്നാണ്. എന്റെ സുഹൃത്തിനെ എടപ്പാളിൽ നിന്ന് മാറാത്തോണ്ട് തൃശ്ശൂരുണ്ടേ, തൃശ്ശൂരിൽ നിന്ന് മാറാത്തോണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ടേ. നമ്മളെവിടേക്ക് വേറെ ഏത് റമളാനിലെ നമുക്ക് ബോളില് ഈ റമളാൻ കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ ഇനിയോട്ട് മാറലും ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഇത് ഇവിടെ കൊണ്ട് തീർന്നില്ലെങ്കിൽ നീ ഏത് റമളാനിലേക്ക് പോവാ? അടുത്തുള്ളതുക്കോ? അതുകൊണ്ട് ഇത് ഹോസ്പിറ്റൽ പോലെയല്ല, അതിനേക്കാളും ഗൗരവമാണ്. 16 ദിവസത്തെ ഗുളിക കഴിച്ചു. രോഗം മാറിയിട്ടുണ്ടോ എന്ന് കൃത്യമായി അല്ല ശക്തമായി പുനഃപരിശോധന നടത്തണം. മാറിയിട്ടില്ലെങ്കിൽ 14 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ശവ്വാൽ 1 ഡിസ്ചാർജ് ചെയ്യും. നമ്മൾ സാധാരണ ഹോസ്പിറ്റലൊക്കെ ഡോക്ടർ പറയാണ് നാളെ പൊയ്ക്കോളി എന്നല്ല, അല്ല 5 ദിവസം കൂടി കിടക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം അയ്യാമുത്തശ്ശേരിക്കിനൊക്കെ നോമ്പോക്കൽ ഹറാമാണ്, ഗുളി കൊടുക്കൽ ഹറാമാണ്. ഇവിടെ ശവ്വാൽ 1 കൂടിയിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോവാണ്. 14 ദിവസം ബാക്കിയുള്ളൂ. 30 ദിവസത്തെ അധ്വാനം പൈസ വെറുതായിരുന്നു. ഇതുവരെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് അസുഖം? മഹാന്മാരായ ആരിഫ്യങ്ങൾ പറയുന്നത് റമളാൻ മാസം കൊണ്ട് നേട്ടം കിട്ടിയ ആളുകൾ പ്രധാനമായി 3 കാര്യം ശ്രദ്ധിക്കുന്നതാണ്. 1 ഉദരം, 2 അധരം, 3 2 കണ്ണുകൾ. പ്രധാനമായി 1 നാവാണ്. നാവുകൊണ്ടുള്ള വ്യഭിചാരാണ് ഗൈബത്ത്, നമീമത്ത്, കളവ്, ഫിത്ന, ഫസാദ്. ഇതൊക്കെ നാവുകൊണ്ടുള്ള വ്യഭിചാരാണ്. ഇപ്പോഴും നാവ് ഒതുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇതുവരെ അസുഖം മാറിയിട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മതി. മാറിയിട്ടില്ല, ഗുളിക വെറുതായി, അധ്വാനം വെറുതായി.
رب صائم ليس من صيامه إلا الجوع. എന്തേ കണ്ണേറിട്ടെ നിങ്ങൾക്ക്? നല്ല ഉഷാറായിരുന്നല്ലോ. رب صائم, ഇത് കൂട്ടിയത്, رب صائم ليس من صيامه إلا الجوع. എത്ര നോമ്പുകാരാണ് നോമ്പ് കൊണ്ടവർക്ക് വിശപ്പല്ലാതെ മറ്റൊരു ഉപകാരവും ഇല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എന്നാ കിട്ടണം? ഇപ്പൊ കിട്ടണ്ടോ? അങ്ങനെ എന്നാ കിട്ടണോ? മറ്റേ ഇതിന്റെ ഊര നീരിറങ്ങിപ്പോ അങ്ങനെ കുമ്പിട്ടാൽ പണിയെടുക്കുകയും തലാട്ടി കൊണ്ടായില്ല പണിയെടുക്കും. ليس من صيامه إلا الجوع. എത്ര നോമ്പുകാരാണ് നോമ്പ് കൊണ്ടവർക്ക് വിശപ്പല്ലാതെ മറ്റൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിൽ പെടരുത് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് 10-30 ദിവസം കിടന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോ എന്തൊക്കെ സൗക്കടേറ്റാണ്ട് കയറിയത്, ആ സൗക്കട അതിനേക്കാളും കൂടിയിട്ട് ഇങ്ങോട്ട് പുറത്തു പോരെന്ന് പറഞ്ഞാൽ അതിന്റെ ദുര്യോഗം ഇന്ദിശോകങ്ങൾ. അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. നമ്മൾ കുറെ നോമ്പ് നിസ്കാരമായിട്ട് കണ്ടു പോകും മാശറിക്ക്. അവിടെ പോയാല് അള്ളാഹു തആല പ്ലാസ്റ്റിക്കിന്റെ സ്വർഗ്ഗം എടുത്ത് തരാം. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഗൾഫില് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു തമാശ ഉണ്ടായി. കടാമ്പുഴക്കാരെ ഒരു ആചാര്യണ്ടായിരുന്നു. അദ്ദേഹം ചില കടകളിലൊക്കെ സാധനങ്ങൾ വാങ്ങിയ കൂപ്പൺ കൊടുക്കലുണ്ടല്ലോ. ആ കൂപ്പൺ ഇട്ടിട്ട് പ്രൈസ് അടിക്കുന്ന ഒരു രീതി ഉണ്ട്. അതിന്റെ മസാല ഞാൻ പറയല്ല കേട്ടോ, സംഭവിച്ച പറയാം. അപ്പൊ ഇയാളിങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഈ കൂപ്പൺ എടുക്കുന്ന ആളാണ്. അങ്ങനെ മൂപ്പർക്ക് പലതും കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്കൊരു ടെലിവിഷൻ കിട്ടിയിട്ടുണ്ട്, കൂപ്പൺ അടിച്ചാണെന്ന്. ഞാനത് വലിയ വിഷയാക്കിയതില്ല, അല്ലാതെ ഒന്നും എടുക്കാൻ പോണ്ടെന്നും പറഞ്ഞു. പിന്നെ മൂപ്പര് ഒരു ദിവസം എന്റെ അടുത്ത് കണ്ട്, ഇയാളങ്ങനെ മുടി വാരലൊന്നുമില്ല, മുടി വാരേ നല്ല തുണി കുപ്പ എടുക്കൊന്നുമില്ല. അയാളിങ്ങനെ ഒരു ചുളിഞ്ഞ കുപ്പായം ഒരു പൊളിഞ്ഞ പാൻ്റൊക്കെ ഇട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഞാനൊരിക്കലും രാവിലെ ഇങ്ങനെ ഉറങ്ങുമ്പോ ഇയാള് വന്നിട്ട് എന്റെ റൂമിന്റെ കതകിന് മുട്ടുകയാണ്. കൂടെ ഒരാളുണ്ട്. ഞാൻ ഉടന്നപ്പോ ആളെത്തന്നെ എനിക്ക് മനസ്സിലായില്ല, കാരണം മുടിയൊക്കെ ശരിക്കും വാർന്നു വെച്ചു. നല്ല കുപ്പായം, പാന്റ് ഇൻസൈഡ് ചെയ്തിരിക്കണം, വയസ്സ് 60 ആയിക്കണം. അങ്ങനൊക്കെ കൂടി കണ്ടപ്പോ പഠിച്ചവനെ ഞാൻ ആകെ വിട്ടിട്ട് എന്തിയപ്പത് ഇങ്ങനെ. അപ്പൊ എന്നോട് പറഞ്ഞ ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം, അല്ലാഹു തആല വാരിക്കോരി തരികയാണെന്ന്. എന്തേന്ന് വെച്ചു, അല്ല ഇന്നലെ എനിക്ക് കൂപ്പൺ ഇട്ടിട്ട് ഒരു കാറ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കോ? അതിന് അബുദാബിന്ന് കാറ് കിട്ടുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞേ എന്താന്നറിയില്ല, നാളെ TV, ഇന്ന് കാറ്, ഭയങ്കര സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞാൻ കാറ് വാങ്ങാൻ വേണ്ടി പോണു. ഓല് കടയിൽ നിന്ന് എനിക്ക് വിളിച്ചിരുന്നു, അപ്പൊ കാറ് വാങ്ങാൻ വേണ്ടി പോണ്, നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം എന്നാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുമെന്ന് വെച്ചു. ഞാൻ ഡ്രൈവറെ കൊണ്ടുവരണം അറിഞ്ഞു. ആ ഡ്രൈവറുണ്ട്, കൂടെ ഉണ്ട്. അപ്പൊ ഞാനും തന്നെ അങ്ങനെയാണ് പിന്നെയും കിടന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ അയാളിപ്പോ വലിയൊരു കാറേറ്റ് വരുമല്ലോ, അയാളെങ്ങനെ ആ കാറേറ്റ് വരുന്നൊക്കെ ഞാനും സങ്കല്പിച്ചു. കുറെ കഴിഞ്ഞപ്പോ ഉച്ചന്റെ ശേഷം അയാള് പിന്നെ വന്നിട്ട് എന്റെ റൂമിൽ കയറി വരുന്നുണ്ട്. ഞാൻ എവിടെ കാർ എന്ന് വെച്ചു. അപ്പൊ പാനിന്റെ പോക്കറ്റിൽ നിന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കാർ എടുത്ത് കാണിച്ചു തരുന്നു. സംഗതി കടക്കാർ പറഞ്ഞ കളവല്ല, കാർ അടിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. അതിനാണ് ഇപ്പൊ ഡ്രൈവറായിട്ട് മുടിയൊക്കെ വാർന്നു പോയിരുന്നത്. കാരണം ഈ സാധുവിന് അത് അറിയില്ല. എന്നതുപോലെ നമ്മൾ കുറെ നോമ്പും നിസ്കാരമായിട്ട് കണ്ടുപോകും, കുറെ പ്രതീക്ഷയിട്ട്. അല്ലാഹു തആല അവസാനം ഇതിനൊക്കെ തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഓരോ സാധനമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച സ്വർഗം തന്നെ നമുക്ക് കിട്ടണം. അതിന് പറ്റുന്നൊരു നോമ്പാകണം, അതിന് പറ്റുന്ന സദസ്സാകണം, അതിന് പറ്റുന്ന നിസ്കാരാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവിശുദ്ധി കൊണ്ടോ ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ടോ ദോഷങ്ങളുടെ ആധിക്യം കൊണ്ടോ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടോ ഞങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഒന്നും ഞങ്ങൾക്ക് നീ കുറക്കല്ലേ അല്ലാഹ്.
ഒന്നും നീ കുറക്കല്ലേ റബ്ബേ. اللهم ارزقنا في رمضان حلاوة عبادتك وتلذذ ذكرك وإقامة أمرك وأداء شكرك وصحبة الكرام. اللهم جنبنا موافقة الأشرار من المنافقين والمبتدعين والفساق يا رب العالمين. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 14 ദിവസം 15 ദിവസം പിന്നിട്ട് 16ാമത്തെ വ്രതശുദ്ധിയിലേക്ക് കടക്കുമ്പോ പാപങ്ങളെ കൊണ്ട് നടുവൊടിഞ്ഞ ശരീരവുമായി, പാപങ്ങളെ കൊണ്ട് കറപുരണ്ട ഹൃദയവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടല്ലേ, ഇഫ്താറിൽ ഇരിക്കല്ലേ. എല്ലാ ദിവസങ്ങളിലും ഇഫ്താറിന്റെ സമയത്ത് ആഗോളാടിസ്ഥാനത്തിൽ 10 ലക്ഷം കാരംകൂത്തുകളെ, 10 ലക്ഷം ആളുകൾ അല്ലാഹു സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. 10 ലക്ഷം ആളുകളെ നിങ്ങൾ ചിന്തിക്കുക, 10 ലക്ഷം ആളുകളെ എല്ലാ ദിവസങ്ങളും സ്വർഗത്തേക്ക് രക്ഷപ്പെടുത്തും നരകത്തുനിന്ന്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്ന് ഓർക്കണില്ല. കാരണം അതിനാണ് ആദ്യം കാരങ്കൂസ് ആവണം. പക്ഷെ നമുക്ക് എങ്ങനെ ഓർക്കാം? അള്ളാഹു തആല നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ. അണ്ണാക്ക് പൊള്ളുന്ന ആമാശയം ഉരുകിയൊലിക്കുന്ന നോമ്പുകാരന്റെ ദുആക്ക് ശുറൂത്ത് പോലും പാലിച്ചില്ലെങ്കിലോ ഉത്തരമുണ്ട് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാ. അവനെ ഹംദൊന്നും സലാത്തൊന്നും ചെല്ലാതെ ദ്വാരനാൽ ഉത്തരമുണ്ട്. അതുകൊണ്ട് ആമീൻ പറഞ്ഞോളി. അള്ളാഹു നമ്മൾ സ്വർഗത്തിലെത്തിക്കട്ടെ. നോമ്പുകാരൊന്ന് കിടന്നുറങ്ങിയാൽ ഇബാദത്താണ്. അവൻ മിണ്ടാതിരുന്നാൽ അത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന കൂലിയിലേക്ക് ഉയരും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സുബ്ഹാനല്ലാഹ് അങ്ങോട്ട് പറഞ്ഞാലോ? ചില മഹാന്മാര് പറയുന്നേ, നമ്മൾ ചെയ്ത ഏത് ഇബാദത്തും നമ്മൾ വേറെ ഉള്ളവനെ കുറ്റം പറഞ്ഞാൽ അല്ലാഹു തആല ആരെയാണോ ഗൈബത്ത് പറഞ്ഞത് അവനെടുത്തിട്ട് നമ്മളെ ഇബാദത്ത് കൊടുക്കും. നമ്മളെ ഇബാദത്ത് തീർന്നാൽ അവൻ ചെയ്ത് തമ്മാടിത്തരം നമ്മളെ പേജിക്ക് ഇങ്ങോട്ട് മാറ്റും ചെയ്യും. പക്ഷെ ഇവിടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില മഹാന്മാർ പറയുന്നുണ്ട്, അതിൽ നോമ്പ് പെടൂല. ഒരാൾ ചെയ്ത നോമ്പ്, ഒരാൾ നോറ്റ നോമ്പ് മറ്റൊരാളെ കുറ്റം പറഞ്ഞു എന്നൽക്ക് അല്ലാഹു തആല എടുത്തു കൊടുക്കൂല. അത്ര വലിയ പുണ്യമായി പറയപ്പെടുന്ന ഇബാദത്താണ് നോമ്പ്. എന്തുകൊണ്ട്? അത് വലിയ അധ്വാനാണ്. അതുകൊണ്ട് മാത്രമല്ല, അത് റിയായിൽ പെടാൻ സാധ്യതയില്ല. അസൗമുലി എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ റിയായിൽ നിന്ന് വളരെ മാറി നിൽക്കുന്ന ഒരു സംഗതിയാണ് നോമ്പ്. മറ്റുള്ളതൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റും. നിസ്കാരം ചെയ്ത് കാണിക്കാം, ഹജ്ജ് ചെയ്ത് കാണിക്കാം, സക്കാത്ത് കൊടുത്തു കാണിക്കാം. നോമ്പൊന്ന് കാണിച്ചു തരും. നിങ്ങൾക്കിപ്പുള്ള നോമ്പൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? നിങ്ങൾക്കിപ്പുള്ള നോമ്പ് എനിക്ക് കാണിച്ചു തന്നാൽ കൈയിന്റെ ഉള്ളിൽ നിന്ന് വെളുത്ത രോമാണ്ട് വെക്കും. കാണിച്ചു തരാൻ കഴിയില്ല. എന്റെ നോമ്പ് നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റൂല. കാരണം അത് നമ്മളോ അള്ളി നമ്മളുള്ള സ്വകാര്യ. ഞാനിപ്പോ ഒന്ന് ലോറിക്ക് വെള്ളം കുടിച്ച നിങ്ങൾ അറിയോ? അല്ല, നിങ്ങളാണ്ട് വെള്ളം കുടിച്ച് ഞാനറിയോ? പണ്ടൊരു മാമ പറഞ്ഞില്ലേ, നോമ്പ് പഠിപ്പിച്ചിട്ട് മദ്രസയിൽ ഒരു ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഉദുവിന്റെ ആഴ്ചയുള്ള വെള്ളം കുടിക്കൽ സുന്നത്താണ്. ഉദുവിന്റെ ആഴ്ചയുള്ള വെള്ളം കുടിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറം ഉസ്താദ് പറഞ്ഞില്ല. മാമ പെരുന്നാക്ക് തക്ബീർ ചെല്ലുമ്പോ ചിരിച്ചോണ്ട് പേരക്കുട്ടികളോട് പറഞ്ഞാലോ, ആ ഉസ്താദിനെ കൊണ്ട് നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഇനി പെരുന്നാൾ 6 കഴിഞ്ഞിട്ട് ഇനിയും ക്ലാസ് എടുപ്പിക്കണം എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ആ ഉസ്താദിന്റെ ക്ലാസ് എങ്ങാനും മദ്രസയില്ലെങ്കിൽ ഞാനും നോമ്പും കൂടി ഒരു കളി കളിച്ചിരുന്നു. എന്തേന്ന് അല്ല, ആ ഉസ്താദ് പറഞ്ഞില്ലേ ഉദുവിന്റെ ശേഷം വെള്ളം കുടിക്കൽ സുന്നത്താണെന്ന്. ഞാൻ ഓരോ ഉദുവിലും നന്നായിട്ടാണ് കുടിക്കും. വെള്ളം കുടിക്കാനായിട്ട് ഉദു കൊടുക്കുകയും ചെയ്യുന്ന. അങ്ങനെ തന്നെ ഞാനോ റമദാനും കൂടിയാണ് ഒത്തുപോയത് എന്ന് പറയും പോലെ.
ആസിഫൈക്ക് ബേജാറാണ്. മൂപ്പര് തന്നെ ഖദീജാവിനെ മറക്കണ്ടെന്ന് പറഞ്ഞു. അത് മറന്നിട്ടുള്ള പരിപാടി ഇല്ലല്ലോ. ഞാൻ കുറച്ചും കൂടി ആളുകളുടെ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുന്നു. എന്നാൽ അത് ഇരിക്കണവർ വെറുതെ ഇരിക്കും വേണ്ട. ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ദൂരേന്ന് കുറച്ച് ആളുകൾ വരുന്നുണ്ട്, ഇന്നലെ ഞങ്ങളെ പ്രസംഗം ഖദീജാവിന്റെ നെറ്റിൽ കേട്ടു, അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് തുടങ്ങിയാൽ മതി എന്നൊക്കെ പറയാം. അല്ലെങ്ങനെ ദൂരെ കാത്തിക്കൊന്നുമില്ല, ഒരു ഫൗണ്ടേഷൻ കെട്ടണമല്ലോ, അതുകൊണ്ടാണ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഖദീജ ബീവിയുടെ പവിത്രമായ സ്മരണയിലേക്ക് ഹൃദയം കൊണ്ട് ലയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹൃദയം കൊണ്ട് ലയിക്കുകയാണ്. അതിന്റെ ഇടക്ക് സെറ്റിങ്സ് ഒന്ന് ഇന്നലത്തെ മാതിരി കണ്ടില്ല, അവരെ ആളെ നിങ്ങൾ ഓർക്കണം. ഇന്നലെ നല്ല ഉഷാറായിരുന്നു, ഇന്ന് എന്തോ പറ്റിയെന്നറിയില്ല. എന്തെങ്ങണ്ട് ലെവലായി കിട്ടുന്നില്ല. അതുകൊണ്ട് ഖദീജാവിന്റെ വർക്കത്തോടെ ലെവലായി കിട്ടുന്നു മനസ്സിലാവും. ഇന്നലത്തെ ആ ലെവല് കിട്ടുന്നില്ല. ഇന്നലെ അല്ല ഉഷാറായിരുന്നു, ഇന്നലെ അല്ല ഉഷാറായിരുന്നു, ഇന്ന് ആ ലെവലിൽ ഇങ്ങോട്ട് വരുന്നില്ല. കാരണം എന്താ അറിയോ, ഇതില്ലെങ്കിലേ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറേശ്ശെ വരണമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് മൂപ്പര് അവിടെ പണിയെടുക്കണ്ട, അതുകൊണ്ട് അത് എടുക്കാൻ തന്നെ ഞാൻ പറയണതും. നിങ്ങൾ എന്താണോ എടുക്കാത്തത്, എന്താ എടുക്കണമൊക്കെ എനിക്കറിയാം. ഞാൻ അവിടുന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവരെ ബേജാർ എന്താ പറയുക, ഇതൊക്കെ പുതിയ ബോക്സാണ്, അതുകൊണ്ടൊരു ചെറിയ തിരിപ്പ് നടത്തിയാണ്. അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ഖദീജാവിന്റെ വർക്കത്തുകൊണ്ട് നിങ്ങളെ ബോക്സിനൊന്നും ഒരു കുഴപ്പം പറ്റൂല. അഥവാ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫോൺ ചെയ്യോണ്ട്, കാരണം നിങ്ങൾ വിളിച്ചോടത്തൊന്നും ഞാൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്, ഖദീജാവിന്റെ ഓർമ്മയിലേക്ക് കടക്കുക. ആ കൂട്ടത്തിൽ മഗ്ഫിറത്തിന്റെ 10ന്റെ മധ്യഭാഗം പിന്നിട്ടിട്ട് നമ്മൾ അള്ളാഹിനോട് തോർക്കണം, അല്ലാഹു തആല നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു തരും. ഖദീജാവിന്റെ ഈ ഓർമ്മയിലായി മഞ്ഞുരുകും പോലെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹ് കൊണ്ട് ഒരുക്കി തരട്ടെ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കട്ടായ ഐസ് പുറത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പരിന്ന് കല്യാണത്തിന് പോയി നോക്കുമ്പോൾ ഒന്നായിട്ട് വെള്ളമായിട്ടുണ്ടാവും. എന്നപോലെ ഈ കട്ടായിട്ട് നിൽക്കുന്ന ദോഷങ്ങളുടെ എല്ലാ കട്ടകളും അള്ളാഹു വെള്ളമായി നമ്മുടെ കൽബിൽ നിന്ന് ഒഴിച്ചങ്ങോട്ട് കളയട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ ലോകത്ത് മുഹമ്മദ് നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചൊരു പെണ്ണ് ഖദീജത്തുൽ കുബ്ര. സിദ്ദീഖ് റളിയല്ലാഹു പിന്നെയാണ് വിശ്വസിക്കുന്നത്. അള്ളാന്റെ ഖൽഖിൽ ഈ ശരീഅത്തിലേക്ക് ആദ്യമായി മെമ്പർഷിപ്പ് എടുത്ത ഒരേ തടി, ഒരേ കൽബ്, അത് ഖദീജത്തുൽ കുബ്ര. സിദ്ദീഖുൽ അക്ബർ വരുന്ന പിന്നെയാണ്, അലിയാർക്ക് കിട്ടണ പിന്നെയാണ്. സിദ്ദീഖാണോ അലിയാണോ ആദ്യം സ്വീകരിച്ചത്? അലിയാരാണ് എന്നാണ് പ്രബല അഭിപ്രായം. എന്നിട്ടും സിദ്ദീഖുൽ അക്ബറിനെ പറയാനുള്ള കാരണം അലിയാർക്ക് അന്ന് 8 വയസ്സാണ്. 8ഉം പൊട്ടും തിരിയാത്തൊരു കുട്ടി വിശ്വസിച്ചത് അവിടെ നിൽക്കട്ടെ എന്നാണ് കരുതി. അതിനു മുമ്പ് സിദ്ദീഖുൽ അക്ബറിനെ എടുത്തത്. എന്ന് അതിനു മുമ്പ് ഇസ്ലാം ആശ്ലേഷിച്ച ഒരേ മഹദി, അത് ഖദീജത്തുൽ കുബ്ര. ഖദീജ ബീവി ളുഹർ നിസ്കരിച്ചിട്ടില്ല, ഖദീജ ബീവി അസ്ർ നിസ്കരിച്ചിട്ടില്ല, ഖദീജ ബീവി ജീവിതത്തിൽ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഖദീജ ബീവി ജീവിതത്തിൽ സുബ്ഹി നിസ്കരിച്ചിട്ടില്ല. പെണ്ണുങ്ങൾ നിങ്ങളാണ് തീരുമാനം എടുത്തോളി. അത് വലിയ ഉപകാരമായിട്ടുണ്ട്, അത് നല്ല ഉപകാരമായിട്ടുണ്ട് ഏതായാലും. കാരണം ഖദീജാവിനെ പിന്തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ അന്ന് നിസ്കാരം നിർബന്ധാക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. അതിന് മുമ്പ് വഫാത്തായി പോയപ്പോൾ. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ വെച്ചുകൊണ്ട് ആദ്യമായി ഈ ശരീഅത്തിൽ നിസ്കരിച്ചൊരു പെണ്ണ്, അത് ഖദീജത്തുൽ കുബ്ര. ളുഹ്റും അസ്റും മഗ്രിബും അല്ല. പിന്നെ അല്ലാഹുവിന്റെ റസൂല് ജബലുൻ നൂറിന്റെ ഉത്തുംഗതയിൽ നിന്ന് അല്ലാഹ് ജിബ്രീലിനെ കാണുകയാണ്. പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഗുഹയിൽ നിന്ന് കണ്ടിട്ടുണ്ട്, മലമുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട്, നിരപ്പായ സ്ഥലത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ജിബ്രീൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ ഉളൂ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടോ നബിയേ? എന്നിട്ട് എങ്ങനെയാണ് ഉളൂ ചെയ്യേണ്ടത് എന്ന് മഹാനായ മുത്ത് ഹബീബിന്റെ മുമ്പിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ കാണിച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹി നബി ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒട്ടോളി എന്നാണ്.
എന്നിട്ട് ജിബിരിയിലും നബിയും കൂടി വന്നങ്ങോട്ട് നിസ്കരിച്ചു. ശ്രദ്ധിക്കണേ, ജിബിരിയിലും നബിയും കൂടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ സലാം വീട്ടിട്ട് റസൂൽ നേരെ ഓടി വന്നത് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുമുള്ള ബന്ധം നോക്കാൻ നിങ്ങൾ 15 വയസ്സ് കൂടുതലായാലെന്താ? ഇന്നലെ നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുമുള്ള ആ ബന്ധം നോക്കാൻ നിങ്ങൾ നേരെ വന്ന് ഖദീജാവിന്റെ അടുത്ത്. ഖദീജ വാ വാ, എവിടേക്ക് വാ? കാബന്റെ പരിസരത്തുണ്ടായിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഓത് കൊടുക്കണേ കണ്ടോ, എന്നിട്ട് ഈ ഓത് കൊടുത്തോ. ഞാൻ ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. അള്ളാഹുവിന്റെ റസൂൽ ഓത് കൊടുത്തു. അത് കണ്ടിട്ട് ഖദീജാവി ഓത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബാക്കിൽ നിന്നോ. റസൂലുള്ള ഇമാം, ഖദീജാവി ഇമാമും ഒറ്റ നിസ്കാരം. 2 റക്അത്ത് സലാം വെച്ചു. ളുഹ്റു അസ്റും ആരിവേശം സുബിയല്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ മുകളിൽ വെച്ച് ഈ ശരീഅത്തിൽ ആദ്യമായി നിസ്കരിച്ചൊരു പെണ്ണ് ഖദീജത്തുൽ കുബ്ര. പോരാ പോരാ പോരാ, അല്ലാഹുവിന്റെ റസൂലിനെ സന്താനങ്ങളുള്ള ഏക ഭാര്യ അത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. സന്താനങ്ങളുള്ള ഏക ഭാര്യ. ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ കിബ്തിയന്റെ കുട്ടിയാണ്. സന്താനങ്ങളുള്ള ഏക ഭാര്യ അത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. ചിന്തിക്കണേ. അതുകൊണ്ടാണ് ഡോക്ടർ അബ്ദുറഹ്മാൻ മുഹമ്മദ് യമാനി എഴുതി വെച്ചത്, ഖദീജത്തുൽ ഫീ ഖൽബിൽ മുസ്തഫ. ഖദീജ മുസ്തഫ നബിയുടെ ഖൽബാകുന്ന കൊട്ടാരത്തിൽ രാജാത്തിയായ മണിമുത്തായ നേതൃത്വത്തിലുള്ള നായികയാ ഡോക്ടർ അബ്ദുറഹ്മാൻ യമാനി എഴുതി വെച്ചിരിക്കുകയാ. അടുത്ത കാലത്ത് ഗവേഷണ സ്വഭാവത്തിൽ ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ആളാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ യമാനി. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ചിന്തിക്കണേ. അദ്ദേഹത്തിന്റെ കിതാബിന്റെ തലക്കെട്ട് തന്നെ ഖദീജത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ. മുസ്തഫ നബിയുടെ ഖൽബാകുന്ന കൊട്ടാരത്തിൽ പാർത്ത നായികയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഭാര്യയും ഭർത്താവ് ഇടയ്ക്കൊരു പിണക്കുണ്ടാലുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി എന്താ അറിയോ? ആ പിണക്ക് ആയിഷാബി റസൂൽ ഉണ്ടായിട്ടുണ്ട്. പിണക്കുണ്ടായിട്ടുണ്ട്. ആയിഷാബി മുത്തനബി പിണക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ 25 കൊല്ലം അള്ളാന്റെ റസൂലും ഖദീജാബിയും തമ്മില് ഈ ചെറുപ്പകാലത്താല് പെട്ടെന്ന് ദേഷ്യം വരലൊക്കെ. ആയിഷാബിനെ കെട്ടുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഖദീജാബിനെ കല്യാണം കഴിക്കണ റസൂലുള്ളാഹിക്ക് 25 വയസ്സാ, ഖദീജാബിക്ക് 40 വയസ്സും. പക്ഷേ 25 കൊല്ലം ദാമ്പത്യ മലർവാടിയിൽ സന്തോഷത്തോടെ കഴിഞ്ഞ ആ ദമ്പതികൾക്കിടയിൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും പിണക്കുണ്ടായിട്ടില്ല. ഇടക്കിടക്ക് പിണക്കുണ്ടാകണ ഭാര്യ ഭർത്താക്കന്മാർ ഈ സദസ്സിലുണ്ടാവും. നിങ്ങൾ ആ പിണക്കം നിർത്തരുത്, നിലനിർത്തണം. ആ പിണക്കം നിർത്തണ്ട, നിലനിർത്തണം. ഇടക്കിടക്ക് ഒരു പിണക്കം നല്ലതാണെന്ന്. പക്ഷെ ഇത് ഇതിനായിട്ട് നിൽക്കും ചെയ്യരുത് കേട്ടോ. ദൂർക്കൊന്ന് പണങ്ങുക, അസർക്കൊന്ന് പണങ്ങുക, മാരുമിനും 2 വട്ടം പണങ്ങുക, യശാനേശം പിന്നെ 2 കൂട്ടി 2 റൂമിൽ അങ്ങനെ വാപ്പിയും കൂടി പടിയും കൊന്തേച്ച് വരും, എന്നിട്ട് തോണ്ടിയിട്ട് അങ്ങനെ ഒന്നായിരുന്നു. ഒരു മാസം കൂടുമ്പോ ഒരു പണക്കല്ല ഉസ്താദ്, അങ്ങനെയൊക്കെയല്ല. നിങ്ങളെങ്ങനെയുണ്ട്? ഒരു മാസത്തിലൊക്കെ ഒരു പണക്കൊക്കെ അങ്ങനെയാണ്. എപ്പോഴും പണങ്ങ, അത് നല്ലതാ. എന്തിന്? എന്നാ അവിടുന്ന് ബന്ധം ഒന്നും കൂടി സുദൃഢാവും. അത് നല്ലതാ. എപ്പോഴും പണങ്ങ. കരിപ്പൂര് ഒരു ഹജ്ജ് യാത്രവിന് പോയപ്പോ മോയിൻകുട്ടി വൈദ്യരെ ആ സ്മാരക സൗധത്തിന്റെ അകത്ത് ഒരു രംഗം കണ്ടിട്ട് ഛർദ്ദിക്കാൻ വന്ന ആളെ. കാരണം ഒരു ഭാര്യ ഹജ്ജിനെ കൊണ്ട് ഭർത്താവ് പോണില്ല. അപ്പൊ ഈ ഭാര്യ ബസ് കാണ്ട് കയറി ഇറങ്ങാൻ ഭർത്താവിന് കെട്ടിപ്പിടിക്കാൻ പൊരുത്തപ്പിടിക്കുക. നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പിന്നെയും കയറാ. പിന്നെയാണ് ആ ഭർത്താവിക്ക് പോയിക്കോ, ഞാൻ പൊരുത്തപ്പെട്ട് കയറിയുണ്ട്. അപ്പോൾ പിന്നെയും കൈ പിടിച്ചിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു. ഞാൻ കരുതി എനിക്ക് അന്തെന്ന് പറഞ്ഞ സംഗതി. ഇതൊക്കെ ഒന്ന് പൊരയിന്ന് പൊരുത്തപ്പിടിച്ചിട്ടല്ലേ എയർപോർട്ടിലേക്ക് വരിക. ഇവിടെ വെച്ചിട്ടാ പൊരുത്തപ്പിടിക്കൽ ഹജ്ജിന് പോയല്ലേ. അങ്ങനെ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ വല്ലാത്തൊരു അലർജിയിൽ ഇതിങ്ങനെ നോക്കിക്കാം. അപ്പൊ വേറെ ആളിനോട് പറഞ്ഞേ, പൊരയിന്ന് പൊരുത്തപ്പിടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണേ, പിന്നെ വണ്ടിന്റെ ഉള്ളൊന്നും ചവിട്ടുന്നുള്ളൊക്കെ ഉണ്ടായിരിക്കണം. അതിനാണ് ഈ പൊരുത്തപ്പിടിക്കുന്നത്. ഹജ്ജിന് പോകുമ്പോഴേ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. എപ്പോ നോക്കിയാലും പ്രശ്നം അല്ലേ? അങ്ങനെ ഇടയ്ക്കൊരു ചെറിയ സൗന്ദര്യ പണക്കോ അതങ്ങോട്ട് ശരിയാകുക.
അല്ലാതെ നാളെ ആരോ പറഞ്ഞ 17 ദിവസന്റെ വാപ്പയമ്മയും മുണ്ടിയിട്ടില്ല. അപ്പൊ വാപ്പാക്ക് ഭക്ഷണമൊക്കെ എങ്ങനെ? അത് വാപ്പ അങ്ങനെ ഭക്ഷണ സമയത്ത് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതും, 8 മണിക്ക് പോകണം, 8 മണിക്ക് മുമ്പായിട്ട് പുട്ടും കടലും ടേബിളും റെഡിയാണെന്ന്. എന്നിട്ട് പെണ്ണുങ്ങൾ മേത്ത് വിടുക. ഇവിടെ വായിച്ചു. അപ്പൊ 8 മണിന് മുമ്പായിട്ട് കടലും പുട്ടും റെഡിയാണോ അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് ഓള് വേഗം റെഡിയാക്കും, മുണ്ടൂല. റെഡിയാക്കിയിട്ട് ടേബിളും കൊണ്ടുവച്ചിട്ട് ഒരു എഴുത്ത്, എന്നിട്ട് മൂപ്പരം എത്തുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് നക്കിയിട്ട് പൊയ്ക്കോന്ന്. ഇങ്ങനൊക്കെ ആയ ആകെ കുതൂഹലാവും. ഇടക്ക് ഇങ്ങനെ അത് നല്ലതാ. പക്ഷെ ഞാൻ പറയുന്നേ അതുപോലും അള്ളാന്റെ റസൂലിന്റെ ഖദീജാവിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ആ ബന്ധമൊന്ന് അളന്നു നോക്കൂ. അതുപോലും അള്ളാന്റെ റസൂലിന്റെയും ഖദീജത്തുൽ കുബ്രയുടെയും ഇടയിൽ 25 കൊല്ലത്തെ ദൈർഘ്യമേറിയ സഞ്ചാരത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല 25 കൊല്ലം ഖദീജയുടെ ഭർത്താവായി മക്കയിൽ താമസിക്കുന്ന മുത്തുനബി അവിടം വിട്ടുകൊണ്ട് വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ഒരു വിദേശ പര്യടനം നടത്തിയിട്ടില്ല. കച്ചവടത്തിന് വേണ്ടി മറുനാടുകളിലേക്ക് പോയിട്ടില്ല. പിന്നെ ഖദീജ ബീവിയുടെ സ്വത്തുകളൊക്കെ റസൂലുള്ള കച്ചവടം നടത്തിയിരുന്നത് മക്കയുടെ പ്രവിശ്യയിലാണ്. ആ കാമ്പൗണ്ട് വിട്ട് പോയിട്ടില്ല. അതിനൊരു കാരണം അത്രമേൽ പിരിയാൻ കഴിയാത്ത ബന്ധമായിരുന്നു അവർ രണ്ടുപേരോ. അതുകൊണ്ട് ഗൾഫുകാർക്ക് ഭാര്യമാരോട് സ്നേഹമില്ലാന്ന് കിട്ടൂലട്ടോ. അങ്ങനെ അർത്ഥം വെക്കരുത്. പക്ഷെ അവരെ കുറിച്ചൊരു സങ്കടമുണ്ട്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ട് 37 കൊല്ലായി, ഭാര്യന്റെ കൂടെ എനിക്കാകെ 2 കൊല്ലം തയ്ച്ചു കിട്ടിയിട്ടില്ല. എന്തെന്ന് വെച്ച് കല്യാണം കഴിച്ച ഉടനെ കണ്ട് ഗൾഫിക്ക് ഒന്നാണ്, 3.5 കൊല്ലം അവിടെ നിൽക്കും, 1.5 മാസം നാട്ടിലിരിക്കും, 2 കൊല്ലം 20 ദിവസം നിൽക്കും, പിന്നെ 90 ദിവസം നാട്ടിലിരിക്കും, പിന്നെ ഒരു ദിവസം 5 കൊല്ലം 40 ദിവസം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ പെണ്ണുങ്ങളെ തിരിച്ചറിഞ്ഞില്ല. അല്ലാഹു തആല എന്താപ്പോ അവർക്കൊക്കെ ദ്വാരം കൊടുക്കേണ്ടത്? പടച്ചമ്പുരാനെ, പ്രവാസികൾക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ ദ്വാരക്കണം. ഇനി അങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ സദസ്സിൽ ഇപ്പോൾ ഉള്ള പ്രസംഗം ഒരുപാട് പ്രവാസികൾ ആയിരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാവിലെ മുതൽ തീരെ ഉറങ്ങിയിട്ടില്ല, വിളിയോണ്ട് വിളിയായിരുന്നു. അതെ, ഖദീജാവിനെ കുറിച്ച് ഒരുപാട് ഇന്നലെ കേട്ടു. ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇയർഫോൺ ചവിട്ടിലേച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഇയർഫോൺ ചവിട്ടിലേച്ചിട്ട് സിനിമാ പാട്ട് കേട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എന്നും നിങ്ങളുടെ പ്രസംഗം കേൾക്കല. അൽഹംദുലില്ലാഹ്, ഇന്നലെ ഖദീജാവിനെ കുറിച്ച് നന്നായിട്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നാടിനെ പോറ്റാൻ, കുടുംബത്തെ പോറ്റാൻ ആട്ടുംകൂട് പോലെയുള്ള ചെറിയ ചെറിയ അട്ടിയായി വെച്ചിട്ടുള്ള കട്ടിലില് നാട്ടിലെ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ചിന്തിച്ചുകൊണ്ട് ചൂടുകേറിയ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് പാവങ്ങളായ മക്കൾക്ക് വേണ്ടി കണ്ണീര് വാർത്തുകൊണ്ട് എല്ലുമുറിയെ സ്വരനീരാക്കി പണിയെടുക്കുന്ന പ്രവാസികളെ, ജോലിത്തിരക്കിനിടയിൽ ഈ പാവപ്പെട്ടവന്റെയോ അതുപോലെ മറ്റ് പ്രവാസകന്മാരുടെ ഇൽമുകൾക്കാർ സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ട പ്രവാസികളെ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഖത്തറിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ലാഹു അതിന്റെ പിറകിൽ ശരണ വലിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യ പിശാചിനെ നിനക്കറിയാമല്ലോ അല്ലാ. ആ ഒരു തിരിച്ചറിവിലേക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികളുടെ മനസ്സുകൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഇത് വഞ്ചനയാണെന്നൊരു തിരിച്ചറിവ് നീ നൽകണേ അല്ലാ. ഇസ്ലാമിക രാഷ്ട്രങ്ങളെ നീ ഒറ്റക്കെട്ടാക്കണേ അല്ലാ. ഏതെങ്കിലും രാജ്യത്തിന് തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ നീ മാറ്റി നിർത്തിയിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങള് നീ ഒറ്റക്കെട്ടാക്കിയിട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ പരാജയം കണ്ടുകൊണ്ട് കുഫാറിനെ ചിരിക്കാനുള്ള അവസരം സൃഷ്ടിക്കല്ല അല്ലാ. ഖത്തറിലെ പ്രശ്നം നീ പരിഹരിക്കണേ അല്ലാ. മുസ്തഫ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ ആലോചിക്കണോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയോ അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇടയിൽ ഒരു ചെറിയ സൗന്ദര്യ കണക്കം പോലും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ സൗന്ദര്യപ്പണക്കം
ഉണ്ടാവേണ്ട സമയം അതായിരുന്നു. ആയിഷ ബീവിയോ ഹഫ്സ ബീവിയോ മറ്റുള്ള ഭാര്യമാരൊന്നും വന്ന സമയത്ത് മക്കയിലുള്ള 13 കൊല്ലത്തെ പീഡനം, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, പിന്നീട് റസൂലുള്ളാഹിക്ക് 9 ഭാര്യമാരോളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ തന്നെ അത് അവർക്കൊക്കെ അങ്ങനെ ഷെയർ ചെയ്യാനുള്ളൂ. അയച്ചും സഹിക്കണില്ല, ഞാനും സഹിക്കണില്ല, നമ്മളെ കൂടെ ഞാൻ സഹിക്കാന്ന് പറയാനുള്ളൂ. ഖദീജ ബീവി ഉള്ള സമയത്ത് മുത്തുനബിക്ക് വേറൊരു ഭാര്യ ഇല്ല. ഇതൊക്കെ ആരാ സഹിക്കേണ്ടത്? ഖദീജ ബീവി. നിങ്ങൾ ചിന്തിക്കുകയും ആ പെണ്ണൊരുത്തിയെ ചിന്തിച്ചിട്ട് ഒരു തെർലിയത്ത് ചൊല്ലി അവരെ തവസ്സിലാക്കി ദ്വാരന്നിട്ട് നമുക്കിന്ന് പിരിയണം. ഇൻഷാ അല്ലാഹ് ഉത്തരം ഉറപ്പാണ്. ഉത്തരം കിട്ടുമെന്ന് സംശയിച്ചിട്ടിരിക്കല്ലേ, അത് ഏറ്റവും വലിയ പാതകാണ്. ഉത്തരം കിട്ടും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ പെങ്ങന്മാരെ, ചിന്തിക്കണേ. ആ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ ഒറ്റയ്ക്കുള്ള സമയത്ത് ആ പെണ്ണൊരുത്തി സഹിച്ച കഷ്ടപ്പാടുകൾ എത്രയാ. ആ സമയത്തൊരു ധാരണ തീർച്ചയാണ്. ഇടടുത്തൊരാൾ പ്രസംഗിച്ചിരുന്നോ, ഖദീജാവിലുള്ള സമയത്ത് മുഹമ്മദ് നബിക്ക് വേറെ ഭാര്യമാരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. അത് മുസ്ലിയാക്കന്മാര് പറയുന്നത് അവരുടെ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തോണ്ടാണ്. അതെ. എന്നിട്ട് മൂപ്പര് പറഞ്ഞെന്താ നിങ്ങള്? നല്ല രസമുണ്ട്. മൂപ്പര് പറഞ്ഞത് ഖദീജാവി വഫാത്താണ് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഖദീജ നീ പോയാൽ എന്റെ ചക്കൊളത്തികളെ കണ്ട എന്റെ ഒരു സലാം പറയണം. മനസ്സിലായില്ലേ? ഈ ചക്കൊളത്തി എന്നുള്ള പ്രയോഗം പെടില്ലേ? പൈസ ഇവിടെ ഇല്ലേ? ചക്കൊളത്തി 2 ഭാര്യ ഉണ്ടെങ്കിൽ ഒന്നിനാ ചക്കൊളത്തി എന്ന് പറയാ. ഇല്ലേ? ഞാൻ പറയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തിന് കെട്ടാൻ പോണ്ട. ചക്കൊളത്തി എവിടെ ഇല്ലേ? ചക്കൊളത്തി എന്ന് അറിയില്ല. ബാപ്പുട്ടിന്നോ? ബാപ്പട്ട് എളീമ. ബാപ്പ കെട്ടിയ എളീമ. അങ്ങനെ ചിലതുണ്ട്. എളീമ, അമ്മായിമ്മ. ഈ അമ്പ് പറഞ്ഞാരിയ അമ്മായിമ്മ, എളീമ്മ. അപ്പോ ബാപ്പുട്ടി എളീമ എന്ന് പറഞ്ഞാല് അതൊന്നും പറയണ്ട. എന്തിനാ ഈ ബാപ്പുട്ടി എളിയമ്മ അമ്മ എന്ന് പറഞ്ഞാൽ പോലെ. പക്ഷേ പെണ്ണുങ്ങളെ നിങ്ങൾ നീ ചോർന്നിട്ടോ, നാളെ ഏതായാലും മേലില്ലാത്തോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എന്തിനാ ഈ ബാപ്പുട്ടി എളിയമ്മ എന്ന് പറഞ്ഞേ? രണ്ടാമത്തിന് ഇമ്മ എന്നാണ്ട് പറഞ്ഞാൽ പോലെ. ബാക്കി എത്ര ചുരുങ്ങി കിട്ടി? ബാപ്പട്ടി എളീമ, ബാപ്പ കെട്ടി എളീമ, ബാപ്പട്ടി ഉമ്മ എന്നാണ് തിരക്കടില്ല. അപ്പം ഉമ്മാന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോയാൽ മതിന്ന്. എല്ലാ ആൾക്കാരും ഒന്നും കുടിയും കൂടി രണ്ടാമത്തേക്ക് പോകാൻ നിൽക്കണ്ട. കാരണം നോമ്പറ സ്വീപ്പാവും. അതുകൊണ്ടാണ്. അപ്പോ സത്യത്തില് ഈ ചക്കൊളത്തി എന്ന് പറയും 2 പെണ്ണുങ്ങളുണ്ടെങ്കിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നിന്റെ അവരോട് ഇപ്പൊ ബാപ്പട്ടി എളീമെന്ന് അറിയില്ല, കാരണം ഖദീജാവിന്റെ ബാപ്പല്ലല്ലോ റസൂലുള്ളാഹ്. അവിടെ ചക്കൊളത്തി തന്നെയാണ്. നിന്റെ ചക്കൊളത്തിയാളെ കാണും സ്വർഗത്തിൽ വെച്ചിട്ട്. അപ്പൊ എന്റെ ഒരു സലാം പറയണേ. ഇതാണ് മൂപ്പര് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. അത് ശരിയായി ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന് മൂപ്പർക്ക് തോന്നിയത്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് കുറച്ചും കൂടി അപ്പുറത്തേക്കൊന്ന് വായിക്കണം. അത് അള്ളാഹുവിന്റെ റസൂലിന് പറയുന്നുണ്ട്. ഖദീജ ബി ചോദിച്ചിട്ടുണ്ട്, എന്ത്? അപ്പൊ നബിയെ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ഭാര്യാപദത്തിൽ ഇരിക്കുമ്പോ ആ പദവിയിലായിരിക്കെ നിങ്ങൾ മറ്റൊരു പെണ്ണിനെ കല്യാണ അന്വേഷണം പോലും നടത്തിയിട്ടില്ല. പിന്നെ ഏത് ചക്കൊളത്തിയോട് സലാം പറയാൻ ഞങ്ങൾ ഈ പറയണേന്ന് ഖദീജ ബി എന്നെ ആ രോഗശയ്യയിൽ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖദീജ നീ നേരെ പോകുന്നത് പാലാറ് വീനാറ് കളകളാറവം മുഴക്കൊഴുകുന്ന സ്വർഗത്തിലേക്കാ. അവിടെ പോയാ എന്റെ ഹൂർലീങ്ങളാകുന്ന പരലോകത്തെ പടച്ചവൻ എനിക്ക് എടുത്തു വെച്ച പാരിതോഷികങ്ങളായ വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള പല്ലു നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന കണ്ണിൽ നിന്ന് മനോഹരമായ കറുത്ത കൃഷ്ണമണി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ശരീരത്തിന്റെ വടിവത്താവസ്ഥയിൽ അവരുടെ മുഖം കണ്ടാൽ പ്രശോഭിതമായ അമ്പിളി പൊട്ടി വീണതാണോ എന്ന് തോന്നുന്ന കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധം അടിച്ചു വീശുന്ന ഹൂറുലീങ്ങളെ നീ കണ്ടാൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഹൂറുലീങ്ങളെ കണ്ടാൽ എന്തൊരു സലാം പറയണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാണ് ചക്കൊളത്തി. അവിടുത്തെ ഊർലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ അവിടുന്ന് കെട്ടിയ പെണ്ണുങ്ങളെ കുറിച്ചല്ല. ആദ്യം പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ നിൽക്കാൻ.
ഒരു കാര്യം പഠിച്ചിട്ട് വേണം പേന ഉന്താൻ, ഒരു കാര്യം പഠിച്ചിട്ട് വേണം നാവെടുക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാവും. അത് റസൂൽ തീർത്തിട്ടാ പോയത്. എന്നിട്ട് പറയാ ഉസ്താദുമാര് പഠിക്കാതെ പ്രസംഗിക്കുന്നത്. ഖദീജാബിയോടാ പറഞ്ഞത് സ്വർഗത്തിലുള്ള ഹൂറിലിങ്ങളെ കുറിച്ചാ. ചിന്തിക്കണേ ചിന്തിക്കണേ. പറഞ്ഞു വന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 25 കൊല്ലത്തെ ദൈർഘ്യമേറിയിട്ടുള്ള സഞ്ചാരത്തിനിടയിൽ ഒരു വിദേശ പര്യടനം നടത്തിയിട്ടില്ല, മക്ക വിട്ട് പുറത്തു പോയിട്ടില്ല, മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല, ഒരു പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ആദ്യമായിട്ട് ഉദൂ ചെയ്തു, ആദ്യമായി നിസ്കരിച്ചു, റസൂലുള്ളാഹിക്കുള്ള കുട്ടികളെയൊക്കെ സമ്മാനിച്ചു. ഖദീജത്തുൽ കുബറ അഹ്ലു ബൈത്തിന്റെ അച്യുതണ്ടല്ലയോ, സ്വർഗത്തിലെ ശ്രീരത്നങ്ങളുടെ നായികയല്ലയോ, അന്തിസയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണുങ്ങളുടെ നായിക നീയാണ് ഫാത്തിമ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫാത്തിമാന്റെ ഉമ്മല്ലയോ ഖദീജത്തുൽ കുബറ. ഫാത്തിമാന്റെ ഉമ്മല്ലയോ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് ഒരു പാവപ്പെട്ട യാചകൻ കടന്നു വരികയാണ്. യാചകനെ പറഞ്ഞയച്ചതാരാണ്? മുത്തുനബി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഈ സായില് കയറിപ്പോയിട്ട് ചോദിച്ചു, മുഹമ്മദ് നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി, ഒട്ടിപ്പിടിച്ച വയറാ, ഉള്ളിലേക്ക് വലഞ്ഞ കണ്ണാണ്, ജലം ബാഷ്പമത, ജലമെല്ലാം വറ്റിപ്പോയ ശരീരമാണ്, വിശപ്പിന്റെ ആധിക്യം കൊണ്ട് തലകറങ്ങുകയാണ്, വല്ലതും തരണേ. ലോകം സൃഷ്ടിക്കപ്പെടാനും കാരണക്കാരനായ മുത്തുനബിയുടെ വീട്ടിൽ ആ യാചകനായ മനുഷ്യന് കൊടുക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആര് എന്ത് ചോദിച്ചാലും ഇല്ലാ എന്ന് പറയാറില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം ബൂസൈരി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് റസൂൽ ഒരു ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്, അല്ലാതെ ലാ പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരാൾ വന്നിട്ട് എന്ത് ചോദിച്ചാലും ലാ എന്ന് പറയില്ല, ഇല്ല എന്ന് പറയില്ല. എന്ത് ചോദിച്ചാലും ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ മുഹമ്മദേ എനിക്കൊന്ന് വിഭജിക്കണം എന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞില്ല. എനിക്കൊന്ന് വിഭജിക്കണം, അർജന്റാണ്, വേഗം സൗകര്യം ചെയ്തു തരുന്ന. നമ്മളാണെങ്കിലോ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? എന്നോട് വന്നിട്ട് ഒരാള് എനിക്കൊന്ന് വിഭജിക്കണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇല്ല എന്ന് പറഞ്ഞില്ല. പിന്നെ മുഴുവൻ കേൾക്കിട്ടോ വിചാരത്തിന് സപ്പോർട്ട് നൽകിയിട്ടില്ലേ? അള്ളാഹു പറഞ്ഞു ഇരിക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം, അവിടെ ഇരിക്കാറ്, അവിടെ ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, വിഭജിക്കണല്ലേ? ആ വിഭജിക്കണം, ഞാൻ നോക്കി. ആഹാ, പിന്നെ മോളുണ്ടോന്ന് ചോദിച്ചു. ആ മോളുണ്ട്. അല്ലൊക്കെ ആ മോളെപ്പോ ആരെങ്കിലും വിഭജിക്കാൻ വന്നപ്പോ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചു. അതൊന്നും നടക്കൂല, എന്റെ മോളെ നടക്കൂല. അല്ല അപ്പൊ പെങ്ങളുണ്ടോ? പെങ്ങളുണ്ട്. പെങ്ങൾ ആരെങ്കിലും കാര്യം പിടിക്കാൻ വന്നാൽ പിന്നെ എന്തിനാ ഈ ആരോഗ്യം എന്ന് വെച്ചു. എന്തിനാ പിന്നെ ഈ ആരോഗ്യം? ആഹാ, നിനക്ക് ഭാര്യ ഉണ്ടോ? ഉണ്ട്. ഭാര്യനെ വിവരിക്കാൻ എന്നാൽ അങ്ങനെയൊന്നും ദുനിയാവിലുണ്ടാവൂല, എന്റെ ഭാര്യനെ. ആഹാ, അപ്പൊ ഉമ്മണ്ടോ? അമ്മണ്ട്. ഉമ്മാനെ ആരെങ്കിലും വിവരിക്കാൻ വന്നാൽ അവന്റെ കഴുത്തൊടിച്ചിട്ട് 2 കഷ്ണാക്കിയിട്ട് ചീന്തി കണ്ടിടുന്നു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചൊരു ചോദ്യം, എന്നാൽ പൊന്നുമോനെ, നീ വ്യഭിചരിക്കാൻ പോകുന്നത് മറ്റൊരുത്തന്റെ പെങ്ങളാ, നീ വ്യഭിചരിക്കാൻ പോകുന്നത് മറ്റൊരുത്തന്റെ മോളാ, നീ വ്യഭിചരിക്കാൻ പോകുന്നത് മറ്റൊരുത്തന്റെ ഭാര്യ, നീ വ്യഭിചരിക്കാൻ പോകുന്നത് മറ്റൊരുത്തന്റെ ഉമ്മയാ. അതുകൊണ്ട് ചെയ്യല്ല മോളെ,
ചെയ്യല്ല മോനെ എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിക്കാനുള്ള അത്യാർത്തിയുടെ ശക്തമായ ദാഹത്തോട് കയറി വന്ന ആ ചെറുപ്പക്കാരന്റെ നെഞ്ചു തടവിട്ടെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറയുകയാ, കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിത്തൊഴുകുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, മുഹമ്മദേ, ഈ പടവ് കയറിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യഭിചാരമായിരുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോകുമ്പോ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് അറുപ്പുള്ളത് വ്യഭിചാരമാണ്. ഇങ്ങനെയുള്ള മനഃശാസ്ത്രപരമായ ചോദ്യം ചോദിച്ചാൽ എല്ലാ മതവിഭാഗത്തിലെ നായകന്മാരോ ഡൽഹിയിൽ മാത്രമല്ല, പാവപ്പെട്ട പെൺകിടാങ്ങൾ ലൈംഗികമായ വേഴ്ചകൾക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് തെറ്റിച്ചീണ്ടപ്പെടുന്ന യുഗത്തില് എല്ലാ മതവിഭാഗ നേതാക്കളും നിഷ്പക്ഷമായി ഇങ്ങനെയുള്ള മനഃശാസ്ത്രപരമായ സമീപനങ്ങളുമായി ഒരു ട്രീറ്റ്മെന്റ് നടത്തിയ അവരവരുടെ അനുയായികളെ പിടിച്ചു നിർത്തിയ ഒരു അറുതി വരെ ഈ കൊലകൾക്കും ആത്മഹത്യകൾക്കും വ്യഭിചാരങ്ങൾക്കോ ഈ വ്യത്യാസങ്ങൾക്കോ ഈ അഭിമാനം വ്രണപ്പെടുത്തലുകൾക്കോ ഈ താടിപ്പോകലുകൾക്കോ ഈ വെയിലി ചാടലിനോ ഈ കുടുംബത്തെ ശിഥിലമാക്കുന്നതിനും ഈ കുടുംബത്തെ കൊളം തോണ്ടുന്നതിനോ ഒരു പരിഹാരമായിരുന്നു എന്ന് ഈ തരുണത്തിൽ ഉണർത്തുകയാണ്. അതുമാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ കയ്യിൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുമ്പോ ഇടക്കിടക്കൊന്നെടുത്ത് പരിശോധിച്ചു നോക്കണേ. മെൻസസാരിന്റെ പേരിൽ അബുദാബിയിൽ നിന്ന് വാപ്പയതാ മൊബൈൽ കൊടുത്തേക്കുകയാണ് സമ്മാനമായി. സ്കൂളിൽ നല്ല മാർക്കോടെ പാസ്സായതിന്റെ പേരിൽ പ്രസന്റേഷനായി കൊടുത്തേക്കുന്നത് മൊബൈലാ. മദ്രസയിൽ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ട് മുഖമക്കനെ ധരിച്ചുകൊണ്ട് ഉസ്താദുമാരുടെ വിരുദ്ധപൊരുത്തത്തോടുകൂടി പുറത്തു വന്ന പെൺകുട്ടികളില് നിസ്കാരത്താനുള്ള ആജിയാന്മാരുടെ സമൂഹത്തിൽ അറിയപ്പെട്ട മാന്യന്മാരുടെ എത്രയെത്ര പെൺകുട്ടികളാണ് ഈ മൊബൈൽ ദുരന്തം കൊണ്ട് വെയിലിച്ചാടിപ്പോയത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഫാത്തിമ രാമന്റെ കൂടെയല്ലേ, നിഹിംസ പറങ്കോടന്റെ കൂടെയല്ലേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, പടച്ചോൻ സലാമത്താക്കി തരട്ടെ. ചിന്തിക്കണേ, ദുർഗമായി ഞാൻ പറയുന്നില്ല, ചിന്തിക്കണേ. ഇന്നലെ ഞാൻ വാതിലൊഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് എന്നെ ഒമാനി എന്നെ അബുദാബിയിൽ നിന്ന് വിളിക്കുകയാ. എന്റെ നാട്ടിലാണ് ഉസ്താദേ നിങ്ങൾക്ക് മറ്റന്നാൾ പരിപാടിയുള്ളത്. എന്റെ നാട്ടിൽ ചാടിപ്പോക്ക് അധികരിച്ച ലോകമാ. ഒരുപാട് പെണ്ണുങ്ങൾ രാത്രി 2:30-3 മണിക്ക് അന്നീവ കോമളന്മാര് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധ റമളാനിൽ പോലും ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് വെല്ലുവിളുന്ന കൽബോടെയാ നിങ്ങളോടൊന്ന് വിളിച്ചു പറയുന്നത്. നിങ്ങളതൊക്കെ പ്രസംഗത്തിൽ ധൈര്യത്തോടെ ആരെയും പേടിക്കാതെ പറയുന്ന പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹാ 18ാമത്തെ വയസ്സിലാ റസൂലുള്ള വിയോഗം പ്രാപിക്കുന്നത്. അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂല് കല്യാണം കഴിച്ചത് 9ാമത്തെ വയസ്സിലാ, 6ാമത്തെ വയസ്സിലാ, വീട് കൂടിയത് 9ാമത്തെ വയസ്സിലാ. ആ 9 മുതൽ 18 വയസ്സ് വരെ ആയിഷ ബീവിയുടെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് 18 വയസ്സില് ആയിഷ ബീവി ഇട്ടേച്ചു പോയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നീട് വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിലാ. ഈ ദൈർഘ്യമേറിയിട്ടുള്ള സമയത്ത് ഒരു ഭർത്താവില്ലാതെ ജീവിച്ചിട്ട് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം ഏറ്റവും വരെ പരിശോധിച്ച ഒരു അന്യപുരുഷനോട് രജിസ്ട്രിയിൽ സംസാരിച്ചതോ എത്തിപ്പാളി നോക്കിയതോ പ്രണയത്തിന്റെ ലാഞ്ചന പോലുമോ ചരിത്രത്തിൽ തെളിയിക്കപ്പെടാൻ പറ്റൂലെങ്കിൽ ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹ കടക്കുന്ന പാലാറ് വീഞ്ഞാറ് കളകളാറ് മുളച്ചെടുക്കുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ കടക്കാൻ കൊതിക്കുന്ന എന്റെ
പ്രിയപ്പെട്ട മോളെ, അറിയാതെ എങ്ങാനും ഏതോ ചെറുപ്പക്കാരന്റെ വഞ്ചനയുള്ള പുഞ്ചിരി കണ്ടുകൊണ്ട് പ്രണയത്തിന്റെ ലാഞ്ചനയെങ്കിലും നിന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഖദീജയുടെ സ്മൃതികൾ പൂത്തു നിൽക്കുന്ന ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അതൊന്ന് അറുത്തു കളയണേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ പെങ്ങന്മാരെ ഞങ്ങളെയും നന്നാക്കണേ അല്ലാ. മോളെ ഖദീജാബി പറയിപ്പിച്ചിട്ടില്ല, ഐഷാബി പറയിപ്പിച്ചിട്ടില്ല, ഹഫ്സാബി പറയിപ്പിച്ചിട്ടില്ല. ഞാൻ എണ്ണി പറയുകയില്ല. നമ്മുടെ നാടുകളിലുള്ള പഴയ കാലത്ത് നേരത്തെ ഭർത്താക്കന്മാര് മരിച്ചുപോയ ഈമാനുള്ള എത്ര ഉമ്മമാരാ, എത്ര പെങ്ങന്മാരാ, അവരൊന്നും പറയിപ്പിച്ചിട്ടില്ല. ആ മുത്തഖീങ്ങളായ വാപ്പമാരുടെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരുടെ മക്കളോ പേരക്കുട്ടികളോ ആയ നിങ്ങള് കയ്യിലൊരു മൊബൈൽ എന്നതിന്റെ പേരിൽ പച്ച ഹറാമിന് വേണ്ടി രാത്രി സമയം കണ്ടാൽ, പച്ച ഹറാമിന് വേണ്ടി ജീവിതത്തിൽ അവസരം കണ്ടാൽ, മതം പോലും നോക്കാതെ വഞ്ചനയുടെ പ്രണയത്തിന്റെ വലയിൽപ്പെട്ടുകൊണ്ട് അവസാനം ദുന്യാവരും ആഖിറും നഷ്ടപ്പെടുന്ന അപകടം നിറഞ്ഞ അപകടത്തിന്റെ ഇരുട്ടറയിലേക്ക് മാറ്റപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതിന്റെ പരലോകത്തിന്റെ സൈഡ് എഫക്ട് എന്താന്ന് നിനക്കറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ പെങ്ങന്മാരെ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കുകയാ. നാളത്തെ നരകത്തിലെ തന്തൂരി കോഴിയാപ്പങ്ങള്, നരകത്തിലെ ഷവർമ്മയാപ്പങ്ങള്, നരകത്തിലെ തന്തൂരിയാപ്പങ്ങള്, നരകത്തില് തന്തൂരിയായിട്ട് നിന്റെ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്തുകൊണ്ട് നിന്റെ മുടിയടക്കം നരമ്പടക്കം തൊലിയടക്കം നിന്റെ എല്ലടക്കം കരിഞ്ഞു പൊട്ടുമ്പോ നിന്നെ പ്രണയത്തിൽ കുടുക്കിയിട്ട് ചാടിക്കൊണ്ടുപോയിട്ടുള്ള ചെറുപ്പക്കാരന് തപ്പിയാൽ കാണൂല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രക്ഷപ്പെടാനും സമയം എടുക്കല്ലേ. നീ തൗബയുടെ കവാടം തുറന്നുകൊണ്ട് പൊട്ടുന്ന മനസ്സോട്, ഒലിക്കുന്ന കണ്ണോട് റഹ്മാനായ റഹീമായ അല്ലാഹുവോടങ്ങ് പറഞ്ഞ മഗ്ഫിറത്തിന്റെ 10ന്റെ 16ാമത്തെ പകലിന്റെ സമയത്ത് സ്വർഗീയമായ ഭൂമികയാകുന്ന മജ്ലിസുൽ ഇൽമിലാ നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അതെന്നെ ഒരു വിഷയമായിട്ട് പറയണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനൊന്ന് തൊട്ടുപോയതാണ്, കാരണം ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും നേരിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ പൈസ ഫാൻ ഉണ്ടോ ഇവിടെ വെക്കാൻ? ഫാൻ ഞാൻ അത് ഓഫാക്കാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ശബ്ദം വന്നിട്ട് ഇത് ഒന്ന് കുറച്ച് അടുത്ത് വെച്ചാൽ മേലെ ചെറിയതിൽ വെച്ചാൽ മതി, സൗണ്ട് കുറച്ചിട്ട് വെച്ചാൽ മതി. ഒരു 3 സ്ഥലത്തൊന്ന് ഉറക്കം ചെല്ലുകയാണ്. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും വേണം, സ്വർഗത്തിന്റെ ടോക്കൺ കിട്ടും വേണം. വേണ്ടേ? വേണ്ടേ? അപ്പൊ ഈ ചൂട്, ആ ചൂടിന്ന് രക്ഷപ്പെടാൻ കാരണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. സംഘാടകരെ വേജാറ്, പിരിവിന്റെ കാര്യത്തിൽ ആ സാധുക്കൾക്ക് നല്ല വേജാറുണ്ടാവും. എനിക്കാണെങ്കിലോ ഇപ്പോഴങ്ങോട്ട് പിരിവിക്കുന്ന പിന്നെ വിഷയം പറയാൻ കഴിയില്ല. ഞാൻ പിരിവിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ലെങ്കിലും ചോദിച്ചങ്ങൾ നല്ലോണം തരൂലേ? തരൂലേ? 1 ലക്ഷം ഒന്നും ചോദിക്കുന്നില്ലേ? ചോദിച്ചാൽ തരൂലേ? ഞാനും കൊടുക്കാം, തരില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബദരീങ്ങളെ കുറിച്ച് വല്ലാതെ പറയാൻ കഴിഞ്ഞോളുന്നില്ല, കാരണം സമയം കിട്ടൂല. കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരൂർ റഹ്മാനിയ പള്ളിയിലാണ് പരിപാടി. അവിടെ ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ കുറിച്ചാണ് എന്റെ വിഷയം. അവിടെ പറയാം. ഇവിടെ പറ്റിയ കുറച്ച് പറയാം, ശ്രദ്ധിക്കട്ടെ. അപ്പോ 25 കൊല്ലത്തെ ദീർഘമേറിയ ആയിഷ ഖദീജാബിയുടെ കൂടെ ജീവിച്ചിട്ട് അവരെ തമ്മിലൊരു പിണക്കുണ്ടായില്ല. ആയിഷാബിയേറ്റ് പിണങ്ങിയിട്ടുണ്ട്, മറ്റു ഭാര്യമാരേറ്റൊക്കെ പിണങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാന്റെ എല്ലാ ഭാര്യമാരേറ്റും റസൂലുള്ള പിണങ്ങിയിട്ടുണ്ട്. 1 മാസം പിണങ്ങിയിട്ടുണ്ട്, 1 മാസം പിണങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ തൊലാക്കല്ലോ എന്ന് ഭാര്യമാര് പേടിച്ചിട്ടുണ്ട്. പക്ഷേ 25 കൊല്ലം 15 വയസ്സ് മുമ്പിലുള്ള ഉമ്മയുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിച്ചിട്ട് 25 കൊല്ലത്തിൽ ഒരു മൈക്രോ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഒരു മൈക്രോ സെക്കൻഡ് പിണങ്ങിയില്ല മുഹമ്മദ് മുസ്തഫ. ഗവേഷണ തൃഷ്ണയുള്ള ആളുകൾക്കത് മതി. ഖദീജയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല ഒരു ബർക്കത്തോടെ നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് ആമീൻ പറയാം. അല്ലാഹു ഒരു ബർക്കത്തോടെ നമ്മളെ സ്വീകരിക്കട്ടെ. ജബലുൻ നൂറിന്റെ ഉത്തുമതയിലുള്ള ഹിറാ ഗുഹയിൽ നിന്ന് ഞെട്ടിയിട്ട് പേടിച്ച് നുബുവത്ത് കിട്ടിയിട്ട് ഉത്തരവാദിത്വത്തിൽ പേടിണ്ടായിട്ട് പണിച്ചു വന്ന റസൂലുള്ളാക്ക് കാലങ്ങട്ട് നീട്ടിക്കൊടുത്ത് നിങ്ങളെവിടെയാണ് കിടന്നോളി, എന്താ നിങ്ങള് കല്ല. അതിനൊക്കെ കുടുങ്ങിയ സമയത്ത് ഇങ്ങനൊക്കെ വർത്താനം പറഞ്ഞാലേ അത് മറക്കൂല. അങ്ങനെയാണ്. സമൂഹത്തിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുടുങ്ങിയാൽ അവരൊക്കെ നമ്മളെ വിടും.
നമ്മള് നല്ലൊരു കൊടുക്കുണങ്ങിയിട്ട് മൊബൈലൊക്കെ കുറെ നമ്പർ ഉണ്ടാവും. ആരെ നമ്പർക്ക് അപ്പൊ ഒന്ന് വിളിക്കുക? നിങ്ങൾ ഇനി ചോക്കാൻ ഒരൊറ്റ മനുഷ്യനും കാണൂല. ആത്മാർത്ഥ സ്നേഹമില്ല, തീരെ ഉണ്ടാവൂല എന്നല്ല, തീരെ ഉണ്ടാവൂല എന്നല്ല. പക്ഷെ നമ്പർ 100 ഉണ്ടെങ്കിൽ 3 ഉണ്ടെങ്കിൽ ഉണ്ടായി, ബാക്കി 97 വെറുതെ കയറ്റിച്ചതാ. ഇന്നത്തെ ലോകം ഒറ്റ കുട്ടിനും കിട്ടൂല. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ നാട്ടിൽ വന്നിട്ട് വേല തന്നിട്ട് വലിയ ഉപകാരമായി, എന്റെ അമ്മായിമ്മക്കാണ് നല്ല ഫലം ഉണ്ടായത്. നല്ല ഫലം ഉണ്ടായത് എന്റെ അമ്മായിമ്മക്കാണ്. എന്തേ? അല്ല, നിങ്ങൾ ഈ കുടുംബബന്ധം മുറിച്ചാലുള്ള അപകടത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെ, ഞാൻ എന്റെ അമ്മായിമ്മ മിണ്ടിയിരുന്നില്ല. ഞാൻ നിങ്ങളെ വേല കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അമ്മായിമ്മനൊന്ന് കാണാൻ വേണ്ടി പോയപ്പോഴേ പടച്ചോനെ, അമ്മായിമ്മ എന്നെ സൽക്കരിച്ച സൽക്കാരങ്ങളോട് പറയാന് ലഡു തന്ന്, ഈത്തപ്പഴം തന്ന്, ജിലേബി തന്ന്, നല്ല പായസം തന്ന്, ഒക്കെ കൂടി തന്ന് എന്നെ. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്ന സ്നേഹമല്ല, ഈ ചങ്ങായിക്ക് ഷുഗറുള്ള വൈരം തള്ളക്കറിയാം. ഇതൊക്കെയാണ് ചെന്നാലേ കറുപ്പിലാവുള്ളൂ, അതിനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സാധു അതും സ്നേഹിച്ച് മനസ്സിലാക്കിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കാം. ഇന്നത്തെ ലോക സ്വന്തം ഭർത്താവിനോട് പുത്തമ്പള്ളി അടുത്തൊരു പെണ്ണ് ഗൾഫിൽ നിന്ന് വരുമ്പോ വിളിച്ചു പറഞ്ഞു, വരുന്ന സമയത്ത് ഒരു കത്തിയേറ്റ് പോരുന്നു. ഒരു കത്തിയേറ്റ് പോരുന്നു. അപ്പൊ മൂപ്പര് ചോദിച്ചു, നാളെ പോവാണ്. എന്തിനാണ് കത്തിയെന്ന് ചോദിച്ചു. അതുപോലെ കുറെ സാധനങ്ങളൊക്കെ പഴങ്ങിയ കത്തിയാണ്, നിങ്ങൾ കത്തിയേറ്റ് വരുന്നത്. അപ്പൊ മൂപ്പര് കരുതി വന്ന ഉടനെ കോഴി വെട്ടാനോ ബീഫ് മുറിക്കാനോ ഒക്കെ ആയിരിക്കും വെച്ചിട്ട് മൂർച്ചുള്ള നല്ല 2-3 കത്തി പെട്ടിയിൽ വെച്ചു. നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്കറിയാലോ, ഗൾഫിൽ നിന്ന് വരുന്നതിന്റെ തലേന്നൊക്കെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എന്താണ് അവർ പറഞ്ഞത് അത് ഒരു സെറ്റ് വാങ്ങും. നമ്മൾ ഒന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വാങ്ങും. അപ്പൊ അങ്ങനെ 3-4 കത്തിയൊക്കെ വാങ്ങിച്ച ആള് വന്നു പെട്ടിയൊക്കെ വെച്ചു. അന്ന് രാത്രി അവർ രണ്ടാളും കൂടി കിടന്നു. ഭർത്താവ് ഉറങ്ങിയപ്പോഴേ കത്തി ആദ്യം തന്നെ പുറത്ത് ചോദിച്ചിരുന്നു അടുക്കളയിൽ കൊണ്ടുവെക്കാൻ. അപ്പോ ഭർത്താവ് അന്ന് ഉച്ചക്ക് കൈ കൊടുത്ത കത്തി ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ കഴുത്തില് രാത്രി പെണ്ണ് അടുക്കളയിൽ പോയിട്ട് ആ കത്തി നോക്കിട്ട് ഭർത്താവിനെ ഒലോയിത്തുണ്ടാവും. ഇവിടെ അടുത്ത് ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ മരങ്ങളൊന്നുമില്ലെങ്കിൽ കാണാൻ പറ്റുന്ന സ്ഥലത്താണ്. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ അർത്ഥം കണ്ടിട്ടു വന്നന്ന് രാത്രി സുബ്ഹാനല്ലാഹ്, വാപ്പ മുത്തക്കയ്യായൊരു മനുഷ്യനാണ്. സുബീവാൻ കൊടുത്തപ്പോ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ വരിയുന്ന ഓതൂർത്തൊക്കെ ഇറങ്ങുമ്പോ മോനെ ഉറങ്ങണ റൂമിന്ന് ഒരു അർത്ഥിട്ട പയ്യാളെ ഭാഗത്തുനിന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നോപ്പര ശബ്ദം കേൾക്കുന്നുണ്ട്. ഇയാൾ എന്തേ കരുതി അബുദാബിന്ന് വന്നതല്ലേ, ദീർഘയാത്രയല്ലേ, യാത്രാക്ഷീണം കൊണ്ട് കൂർക്കം വലിച്ച് ഉറങ്ങിയിരിക്കുന്ന കരുതിയത്. സംഗതി അതല്ല, ഓളെ അർത്ഥിട്ടതാ. എന്നിട്ട് ഇവള് ചെയ്തത് 2 കൈക്കുഞ്ഞുകളും പിടിച്ചുകൊണ്ട് കിണറ്റ് പോയിട്ട് ചാടും ചെയ്തു. ഇന്ന് വരെ എന്താ കാരണം എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ കുറെ അറിയാത്ത കാരണങ്ങളുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ മനഃശാസ്ത്രം എന്താ പറയുന്നത് അറിയങ്ങള്? ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നത് ഓരോ വീടുകളിലും 33% ഭാര്യമാരുടെയും കൽബില് ഭർത്താക്കന്മാരിനെ കൊല്ലോ, ഭർത്താവിനെ കൊല്ലോ, അല്ല ഇയാളിനെ കൊല്ലോ, എപ്പോഴാ ഇയാളിനെ കൊല്ല എന്ന ബേജാറിലാണ് എന്നാണ്. എന്തേ കാരണം? ഈ കൊലയും ചതിയും ഈ ആത്മഹത്യയും ഈ കൾസർക്കലും എന്നും TV തുറന്നിട്ട് ഇങ്ങനെ കാണല്ലേ. ആ കൊല നടത്തുന്ന ഭർത്താക്കന്മാരൊന്നും സ്നേഹമില്ലാത്തവരോ ദേഷ്യമുള്ളവരോ അല്ലായിരുന്നു. പേപ്പറിൽ കൊടുക്കണോ എങ്ങനെയാണ്? അവരമ്മിൽ മുമ്പൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് കൊന്നൂന്ന്. അപ്പൊ ഇവളിതിങ്ങനെ ഞെട്ടിയാണ്. അപ്പൊ ഇവൾക്കുള്ളിലൊരു ബേജാറ്, എന്താ ഇയാൾ ഇന്നെ കൊല്ലോ, എന്നാ ചോദിക്കാനൊട്ട് പറ്റൂല. ചോദിക്കാൻ പറ്റോ? നല്ല സ്നേഹത്തിൽ ഇങ്ങനെ ചായക്കുമ്പോ അല്ല നിങ്ങൾ ഇന്നെ കൊല്ലോ മനസ്സാ, ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ചോദിക്കാനൊട്ട് മടി, എന്നാ പേടിയിട്ട് പോണില്ല. അതുകൊണ്ടാ ചില പെണ്ണുങ്ങൾക്ക് മാറാത്ത തലവേദന. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി ഒരുപാട് പറയാണ്ട് ഇതിന്റെ വിഷയത്തിൽ അനുബന്ധങ്ങൾ പറയുമ്പോ. അതിനൊരു കാണുന്ന TV-യാണ്. ഇതിലിങ്ങനെ കാണാണ് ഈ വിഷയങ്ങൾ. എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ അടുത്ത് കാസർഗോഡ് ഒരു പരിപാടിക്കാരപ്പോ വലിയൊരു മാലാളി എന്നോട് പറഞ്ഞു, ഞാൻ വീടൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് അവിടെ ചവിട്ടിയ എന്റെ ഒരു പൊരുത്താണ് എന്നൊക്കെ പറഞ്ഞ് ജാക്കറ്റ് ഇട്ട് റൂമിൽ കൊണ്ടേ. അപ്പൊ എത്തിയാ പൊന്താത്ത വീട്, നടന്നാ തീരാത്ത റൂം. അങ്ങനെ മൂപ്പര് തന്നെ ഇപ്പൊ കൂട്ടിണ്ടാക്കിയ റൂം ഇതാണെന്നിട്ട് ഒരു വലിയ ഹാള് കണ്ടുകൊണ്ടേ. അവിടെ ഒരു വലിയ സ്ഥലത്ത് എന്തൊക്കെ ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹാളിങ്ങനെ കണ്ടപ്പോ ഞാൻ കരുതി സാധുലി റാത്തീബേറ്റ് നടത്താനാണോ പഠിച്ചോനെ, കുത്താറാത്തീബിന്റെ പരിശീലനത്തെ കൊടുക്കണ്ടോന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിപ്പോ എന്തിനാ ആളെന്ന് വെച്ചു. അത് കുട്ടികൾക്ക് ഇരുന്നാണ്ട് TV കാണാനാണ്. അപ്പൊ കുത്താറാത്തീബ് നമ്മളെ സാധുലി റാത്തീബിന്റെ ഒന്നും കുത്താറാത്തീബല്ല, മമ്മൂട്ടി മോഹൻലാലും കുത്തനെ കാണാൻ. അതിനായിട്ടൊരു വലിയ ഹാള്.
ഇങ്ങനെ ന്യൂ ജനറേഷൻ സംസ്കാരത്തിൽ വെച്ച് പഠിപ്പിച്ചാൽ അതിൽ നിന്നാണ് കൂടുതൽ ഈ കൊലപാതകങ്ങൾ ഉണ്ടാവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ സർവേ എടുത്ത് പരിശോധിച്ച് നോക്കൂ, ലേറ്റസ്റ്റ് സർവേ, ഏറ്റവും കൂടുതൽ കുടുംബാത്മഹത്യ, കൊല, വഞ്ചന, കള്ളത്തരം, കൊള്ള, ഇതെല്ലാം ഉണ്ടാവുന്നത് 90-87% സിനിമാ സീരിയലിൽ നിന്നാണ്. ഞാനല്ല, പ്രവാഹ് മാത്രവും ഇപ്പൊ മലയാള മനോരമ അവരൊക്കെ പറയാം, ഞാനല്ല. എന്നിട്ട് എല്ലാ വീട്ടിലും കൊണ്ടുവെക്കല്ലേ നമ്മളത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എന്തിന് ഖദീജാബിയുടെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്? ഇതെന്റെ പ്രസംഗത്തിന്റെ ഒരു ശൈലിയാണ്. കാരണം ചരിത്രം മാത്രം പറഞ്ഞു വിട്ട് കാര്യമില്ല, അനുബന്ധങ്ങൾ കാലത്തിന്റെ ശോരെടുത്ത് വായിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ ധർമ്മം തീർക്കണം. അതുകൊണ്ട് പറഞ്ഞതാ, നിങ്ങൾ ഇതിൽ പ്രതികളാണെന്നോ പ്രതികളല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ആണെങ്കിൽ അള്ളാഹു നമ്മളെ എല്ലാം രക്ഷപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അമിതമായ സൗകര്യം വീടിൻ ഗൃഹാന്തരീക്ഷത്തിൽ ഭാര്യ സന്താനങ്ങൾക്ക് വെച്ചുകൊടുക്കുമ്പോൾ അന്ധമില്ലാത്ത ഭർത്താവെ താടക്ക് കൈവച്ചുകൊണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് നീ ചിന്തിക്കണം, ഇത് എങ്ങോട്ടായി എത്തിക്കുക എന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും സുപ്രധാനമായ ചില സംഭവങ്ങൾ പറയാ. ഇങ്ങോട്ടൊന്ന് നോക്കണേ. സുബ്ഹാനല്ലാഹ്. 15 വയസ്സ് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുന്ന ഉമ്മയുടെ പ്രായമുള്ള സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഹീന്റെ പ്രാരംഭത്തിൽ മലക്കിനെ കണ്ടതുകൊണ്ട് മാത്രമല്ല, നബുവത്തിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ട് അതിന്റെ ഞെട്ടലിൽ പനിച്ചു തളർന്ന് ചൂട് പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് മുകളിൽ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഖദീജയുടെ ഭവനത്തിലെത്തിയപ്പോ, നിങ്ങളോടപ്പോഴും ആ മലമുകളിലേക്ക് കയറണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ എന്നെയും മക്കളെയും ഇട്ടുവെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒഴിഞ്ഞ മലന്റെ മുകളിൽ പോയി ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞില്ല. മറിച്ച് ഖദീജയുടെ സ്നേഹോ, ഖദീജയുടെ സന്തോഷോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷം എന്താ? അതാണ് ഖദീജയുടെ സന്തോഷം കേട്ടോ. റസൂലുള്ളാഹിന്റെ ദാമ്പത്യ മലർവാടിയിലേക്ക് ആശ്വാസത്തിന്റെ മന്ത്രം മുടക്കിയിട്ട് കുടുംബിനിയായ ഖദീജ കയറി വന്നത് തന്നെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാനാ, റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാനാ. കാരണം ഈ മനുഷ്യൻ ഭാവിയിൽ അന്ത്യദൂതരാകുമെന്ന് ഖദീജക്ക് കൃത്യമായ അവബോധമുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാനാ, റസൂലുള്ളാഹിന്റെ ദുആ കിട്ടാനാ. അത് മുഴുവനോ ഒന്നൊഴിയാതെ പൂർണ്ണമായി വാങ്ങിയിട്ടുള്ള മഹദിയല്ലയോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. അത് മൊത്തം വാങ്ങിച്ച മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ചിന്തിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഘട്ടവും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇനി നല്ല രസം കേട്ടോ, നല്ല ചിന്തിക്കാനും കേട്ടോ, പഠിക്കാനും പകർത്തണം എന്ന് ശപഥം ചെയ്യും വേണം. അതിനുള്ളൊരു കാര്യമാണ് ഇനി പറയുന്നത്. ഒരു 3 സലാത്ത് എല്ലാവരും ഒന്ന് ഉറക്കം ചൊല്ലിക്കേ. ഉറക്കം 3 സലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അല്ലാഹുവിനെ ഖബൂലാക്കണ റബ്ബേ. അല്ലാഹു റമളാന്റെ പട്ടാപകൽ ഈ അധ്വാനം വ്യർത്ഥമാക്കല്ലേ റബ്ബേ, നിരർത്ഥകമാക്കല്ലേ അല്ലാഹ്, വട്ടപൂജ്യമാക്കല്ലേ അല്ലാഹ്, സീറോയിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹു ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശരിയാക്കണമല്ല, ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണമല്ല, ഇല്ലത്തിലാക്കല്ല, കുടുംബസമേതം സ്വർഗത്തിൽ കടത്തണമല്ല. അല്ലാഹുവേ, ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വശലാക്കല്ല റബ്ബേ. ഞങ്ങൾ പാവങ്ങളാണ്, ബലഹീനരാണ്, നീ ബലവാനാണ്, എല്ലാത്തിനും കഴിയുന്നവനാണ്. ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം നീ വിട്ടു തരണേ അല്ലാഹ്, നീ ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ഒരിക്കൽ ശത്രുക്കൾ ഇങ്ങനെ കൂടി എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യാണ്. എന്താ ഈ ചങ്ങായി നമ്മൾ ചെയ്യാം, എന്താണ് ഈ മനുഷ്യനെ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ ഒരാൾ പറഞ്ഞു, ഭ്രാന്തനാണെന്നാണ് പറഞ്ഞു വരച്ച എന്ന് പറഞ്ഞു. അപ്പൊ കേട്ട ആള് പറഞ്ഞു, ഭ്രാന്തനാന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂല, ഭ്രാന്തന്മാര് കല്ലെടുത്തെറിയില്ലേ, മുഹമ്മദ് നമ്മളെ കല്ലെടുത്തെറിഞ്ഞിക്കണോ? അപ്പൊ പറഞ്ഞു അതില്ല. അപ്പൊ ഭ്രാന്തനാന്ന് പറയാൻ നിൽക്കണ്ട, ഇത് കേട്ടാ പറഞ്ഞ് നമ്മൾ ആളുകൾ ഭ്രാന്തന്മാരാക്കുന്ന. എന്നാ പിന്നെ അങ്ങനെ പറയണ്ട. പിന്നെന്താ പറയാ, പിന്നെ നമുക്ക് മൂപ്പരെ കുറിച്ച് പറയാ പാട്ടേന്നാന്ന് പറയാം. അപ്പോ കേട്ടാള് പറഞ്ഞു, ഞാൻ കുറെ പാട്ട് കേട്ടതാ, കുറെ കവിതയും കേട്ടുകണ്. മുഹമ്മദ് പാടുന്ന പാട്ടല്ല കവിതല്ല, എന്നാ പാട്ടാണ് കവിതയാണ്, എന്നാ പാട്ടല്ല കവിതല്ല. അതുകൊണ്ട് വെറും പാട്ടാണെന്ന് പറഞ്ഞാൽ ആളുകൾ പറഞ്ഞോന്ന് സുഖമില്ല എന്ന് പറയും. അപ്പൊ പിന്നെ അതും പറയാം. അപ്പൊ പിന്നെ എന്താ പറയാ,
ഒരാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സാഹിറാണെന്ന് പറയാം, മാരണക്കാരനാണെന്ന് പറയാം. കാരണം സിഹിർ ചെയ്ത ആളുകള് കുടുംബത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കും, ബാപ്പാന്റെ അമ്മാന്റെ ഇടയിൽ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി. ഇവരാ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഭിന്നിപ്പാണ്. പടച്ചോനെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള യുദ്ധങ്ങളെ കുറിച്ച് വരെ ഗവേഷണത്തിൽ ചില ആളുകൾ പുതിയ പഠനത്തിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ശരിയായിരിക്കാം. അടുത്ത കാലത്ത് നടന്ന കുവൈറ്റ്, ഇറാഖ് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഒക്കെ ജൂതന്മാർ സിഹിർ ചെയ്തിട്ട് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം അവർക്ക് സിഹിറിലൊക്കെ നല്ല വിശ്വാസമാണ്. നമ്മളെക്കാൾ അവർക്ക് അറിയും ചെയ്യാം. സുലൈമാൻ നബി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന ശൈത്താന്മാരെ ആ വിഷയത്തിലുള്ള ഇൽമുകൾ നടക്കപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അവർ കട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കറക്കില്ല. അതിന്റെ ഭാഗമാണ് നമ്മളെ നാട്ടിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്ന ജ്യോത്സ്യന്മാരും ജാതക വിശ്വാസികളുമായ കുറെ ആളുകൾ. ജാതക വിശ്വാസത്തിൽ ചെറിയ കഴമ്പുണ്ട്, പക്ഷെ അതിന് ഫ്രഷായ രൂപത്തിൽ കിട്ടാനില്ല. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന പലതും കഴമ്പില്ലാത്തതാണ്. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ കൂടുതലും അത് പൈശാചിക സേവ കൊണ്ട് വരുന്നതാണ്. പിശാചുകൾക്ക് സിഹിറിൽ മികവുള്ളവരാണ്. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അഡ്രസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ചെണ്ടിയിട്ടും അവിടെയും ഇവിടെയും പോയിട്ട് കുടുങ്ങുമ്പോ അവസാനം ഇവര് ദുനിയാവിൽ നമ്മളെ വഷളാക്കും, ആഖിറത്തിൽ വഷളാക്കും. എന്നാൽ ഇസ്ലാമിക ദൃഷ്ട്യാ അതൊക്കെ നല്ല രൂപത്തിൽ പഠിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, തങ്ങന്മാരുണ്ട്. അവരെ ഞാൻ ഈ വിഷയത്തിൽ പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മൾ എന്തിന് കുഫാറിന്റെ സംസ്കാരത്തിലേക്ക് പോകണം എന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമുണ്ടെങ്കിൽ അത് നല്ല രൂപത്തിൽ ബാത്തിലാക്കുന്ന ആളുകൾ വേറെ കുറെ ഉണ്ട്. ഇസ്ലാമിക ചിട്ടയിൽ അവരെ സമീപിക്കാം. അല്ലാതെ ഈമാൻ കളയുന്ന രൂപത്തിൽ അമ്പലത്തിലേക്ക് എണ്ണ ഒഴിയുകയോ അമ്പലത്തിൽ തേങ്ങൊടക്കുകയോ അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് നേർച്ചയാക്കുകയോ പാമ്പിനെ പിടിച്ച് മുത്തുകയോ സ്വാമിയെ പിടിച്ച് മുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിലൂടെ അസുഖം മാറിയാൽ തന്നെ കള്ളു കുടിച്ചാലും ദാഹം മാറും. പക്ഷെ കുടിക്കാൻ പറ്റൂല എന്നത് നിയമമാണ്. മാറിയാൽ തന്നെ അത് പിശാചിന്റെ കളിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പോകരുത്. ആക്കിബത്ത് ദുഷിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആക്കിബത്ത് അങ്ങോട്ട് ദുഷിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്നെ വളരെ സ്നേഹിക്കുന്ന ഞാൻ നോക്കിയാൽ കാണുന്ന സ്ഥലത്തുണ്ട്. അങ്ങനത്തെ ചില പ്രശ്നത്തിൽ കുടുങ്ങിയിട്ട് ഞങ്ങൾ പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് അല്ലിട്ട് ദ്വാരന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ തന്നെ ഉണ്ട്. അള്ളാഹു സ്വലാത്തോണ്ടും ഖുർആനോണ്ടും ഒന്നും തീരാത്തൊരു പ്രശ്നമില്ല. പിന്നെ തീരുന്നില്ലെങ്കിൽ നമ്മളെ കുഴപ്പമാണ്, ഖുർആന്റെ കുഴപ്പമല്ല. നമ്മൾ നന്നാ നോക്കുക, ഖുർആനെ കുറ്റം പറയണ്ട. പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറലല്ല, അത് മാറാത്ത പിടികൂടാനുള്ള ആരംഭമാണ്. മാറൂല്ല. ഒന്നും കണ്ട് മാറും, പിന്നെ കണ്ട് വരും, പിന്നെ പൈസ കൊടുക്കണം, പിന്നെ വരും, പിന്നെ മാറും, പിന്നെ മരിക്കുന്ന സമയത്ത് മൂപ്പര് ജനിക്കേണ്ടി വരും. എന്നിട്ടോ ഇനി ഞാൻ പറഞ്ഞാണ് ചെയ്താളെ എന്നാ ഈ മരണത്തൊന്നും ഞാനാണ്ട് രക്ഷപ്പെടുത്തി തരാന്ന് പറയും. അപ്പൊ നേരത്തെ ചെയ്ത് പരിചയമുണ്ടല്ലോ. അപ്പം പറയൂ, മരണത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തുവോ? കാരണം ഈ തേങ്ങ ഒഴിഞ്ഞാടാൻ പറഞ്ഞ സ്വാമിന്റെ രൂപത്തിലാ വരിക ചെയ്താൻ. അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയായിരിക്കും ഇത് ഓൻ തന്നെയാണ്. ഈ അവസ്ഥയിൽ ഞാൻ രക്ഷപ്പെടുത്തി തരാം. ഞാനല്ലേ പനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഞാനല്ലേ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഞാനല്ലേ എന്റെ വല്യപ്പാന്റെ അറ്റാക്ക് മാറ്റിയത്, ഞാൻ തന്ന തകിട് അടുപ്പ് കുഴിച്ചിട്ടിട്ടല്ലേ എന്റെ വല്യപ്പാന്റെ സോക്കൽ മാറിയത് എന്ന് പറഞ്ഞിരുന്നു അയ്യപ്പന്. ഈ അയ്യപ്പന്റെ രൂപത്തിലാണ് പിന്നെ ശൈത്താൻ വരുന്നത്. അപ്പൊ ഇവൻ കരുതും മരിക്കാൻ കിടക്കണ മനുഷ്യൻ കരുതും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇത് ഞാൻ ചികിത്സക്ക് പോയി അയ്യപ്പൻ തന്നെയാണ് രക്ഷപ്പെടുമെന്ന് ഇപ്പം മനസ്സിലാക്കും. അപ്പൊ ഓൻ പറയും എനിക്കിഞ്ഞി പൈസയും തരണം, എന്റെ തകിടും വേണ്ട, ഒന്നും കണ്ട് സുജൂദ് ചെയ്താൽ മതി എന്നാണ്. അപ്പൊ മരിക്കാൻ കിടക്കണ വ്യക്തി അറിയൂ എനിക്കിപ്പോ സുജൂദ് ചെയ്യാൻ പറ്റണില്ലല്ലോ, ശ്വാസം തന്നെ വലിയണില്ലാന്ന്. അത് വേണ്ട, തലകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞപ്പോ തേങ്ങ ബിംബത്തിന് കൊടുത്തില്ലേ, ഞാൻ പറഞ്ഞപ്പോ അമ്പലത്തിന് നേർച്ചാക്കിയില്ലേ, ഞാൻ പറഞ്ഞപ്പോ പാമ്പിനെ തൊട്ടുമുത്തിയില്ലേ, ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞോടത്ത് നീ പോയില്ലേ. അതുകൊണ്ട് ഇതുകൊണ്ട് ചെയ്താളെ തൊക്കട് മാറാനല്ലേ, നിന്റെ മതത്തിലോ പ്രശ്നമില്ല, മസലും കൊടുക്കും. സൊക്കട് മാറാൻ വേണ്ടി എനിക്കൊരു സുജൂദ് ചെയ്താ അത് നിന്റെ മതത്തിലും പ്രശ്നമല്ല, അതുകൊണ്ട് ഒന്ന് സുജൂദ് ചെയ്താളേന്ന്. അപ്പൊ അവൻ തല കൊണ്ടൊന്ന് സുജൂദ് മതി, ഓനെ വിട്ടാളെ കിട്ടി. ഇവിടേക്കായി എത്തിക്ക ഈ സോക്കട് മാറലൊക്കെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആണുങ്ങളെക്കാൾ നിബിഡമാക്കി സദസ്സിലിരുന്ന് നേരത്തെ ഉറങ്ങാതെ വളരെ വിദൂരത്തുനിന്ന് വരെ വണ്ടി വിളിച്ചു വന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, പഠിത്തം കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ. ഖദീജാവി പറയുന്നത് നിങ്ങൾ നോക്കൂ, കല്ലാ ലാ യുഹ്സികല്ലാഹു അബദാ ലിഅന്നക തസിലുർ റഹിമാ വതഹ്മിലുൽ കല്ലാ.
പെങ്ങന്മാര് അയൽവാസികൾക്ക് ഉപ്പ് കൊടുത്ത് സഹായിച്ചാൽ, അയൽവാസികൾക്ക് ഭക്ഷണം കൊടുത്ത് സഹായിച്ചാൽ നിന്റെ വീട്ടിലൊരു സൽക്കാരമാണ് അല്ലേ? നിന്റെ അയൽവാസി അയ്യപ്പനായിക്കോട്ടെ, നിന്റെ അയൽവാസി ലക്ഷ്മി ആയിക്കോട്ടെ, നിന്റെ അയൽവാസി അബൂബക്കർ ഹാജി ആയിക്കോട്ടെ, നിന്റെ സൽക്കാരത്തിൽ നീ ഒന്ന് സാല്ല, നീ കറി വെക്കുമ്പോൾ ഒന്ന് വെള്ളം കൂട്ടിയിട്ട് കറി കൂട്ടിയിട്ട് നീ അതിഥികൾക്ക് കൊടുത്തിട്ടുള്ള ഈ ഭക്ഷണത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നിന്റെ അയൽവാസികൾക്ക് കൊടുത്തയച്ചാ അത് അമുസ്ലിമാണെങ്കിൽ പോലെ ഇന്നെ സുഹൃ ബാധിക്കൂല്ല, കയറൂല്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുന്നതിന്റെ മുമ്പ് ഖദീജാബി വിശ്വസിച്ച വിശ്വാസമാ. ആ ഉറപ്പിലാണ് ഖദീജാബി അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, മുഹമ്മദേ വിഷമിക്കണ്ട, അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കൂല്ല, പൈശാചിക ബാധ നിങ്ങളെ ഏൽക്കൂല്ല. കാരണം നിങ്ങൾ കുടുംബബന്ധം സുദൃഢമാക്കുന്നവരാ, നിങ്ങള് കഷ്ടപ്പെടുന്നവരുടെ മാറാപ്പ് ഇറക്കി വെക്കാൻ കാരുണ്യ പ്രവർത്തനത്തിൽ നിരതനാകുന്നതാണ്. അതുകൊണ്ട് പൈശാചിക ബാധ നിങ്ങൾക്ക് ഏൽക്കൂല്ല എന്ന് വഹി വരുന്നതിന്റെ മുമ്പ് ഖദീജ പറയുകയാ. അതൊരു തത്വമാണ്. ഒന്ന് പഠിച്ചോളി. ഒരു സിഹർ കേൾക്കൂല. കിട്ടുന്ന പൈസ ഗൾഫുകാരെ, ഗൾഫിൽ നിന്ന് കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളോടും ഞാൻ എന്നോടും പറയാം, എല്ലാവരോടും പറയാം, നമുക്കൊരു 10,000 കിട്ടിയാൽ ഒരു 2,000 മറ്റവർക്ക് കൊടുക്കാൻ വേണ്ടി പഠിക്കുക. ഒരു സിഹർ കേൾക്കൂല, ഇൻഷാ അല്ലാഹ്. ഒരു സിഹർ കേൾക്കൂല. നമുക്കൊരു 10,000 കിട്ടിയാൽ ഒരു 2,000 പുറത്ത് കൊടുക്കാൻ ഒരു മനസ്സുണ്ടായാൽ ഇനി സിഹർ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അയിമ പോവും. അത് നിങ്ങളെ കുടുംബത്തിൽ കൊടുത്തോളി. അല്ല നാട്ടിലുള്ള ഉസ്താമാർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ തമ്മിൽ തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞാൽ കിട്ടിയ കമ്മീഷൻ എനിക്കും തരാന്ന് സൗഖ്യത്ത് മുസ്ലിം വരാതെ എന്നോട് പറഞ്ഞിട്ട് പറയല്ലത്. നിങ്ങളെ കുടുംബത്തിൽ കൊടുത്തോളി. അയിമ തീരാത്ത സിഹറില്ല. അസ്സദഖത്തു റബ്ബുൽ ബലായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. കച്ചവടക്കാരെ കച്ചവടം നടത്തുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേരിൽ ഒരു പെട്ടി വെക്കുക. വലിയ മലയാളിയായിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തൊന്ന് ചെറിയ വീതം ആ പെട്ടിയിലിടുക, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേരിൽ. എന്നിട്ട് പാവങ്ങൾക്കാണ് കൊടുത്തോളി. കച്ചവടം ഉഷാറായിട്ടാണ് വരും. കച്ചവടം ഉഷാറായിട്ടാണ്. ഞാൻ ചികിത്സക്കാരനല്ലേ, ചികിത്സക്കാരൻ ഇവിടെ സ്റ്റേജിലുണ്ട്. ഞാൻ അവരെ ഫീൽഡിലേക്ക് കയറുകയല്ല. ഇത് ചികിത്സ അല്ല, ഇത് കിതാബിലുള്ള വിഷയങ്ങൾ. അത് ഹലാലായ രൂപത്തിൽ ചെയ്യുന്നവരെ സ്റ്റേജിലുണ്ട്. അതിക്ക് ഞാൻ കയറുകയല്ല. അവർക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ തത്വങ്ങൾ, ഇതൊക്കെ നമ്മളാണ് വലിച്ചെറിഞ്ഞു. നമുക്കതൊന്നും വേണ്ട. നമ്മളിതിങ്ങനെ ഒരു വലിയ മങ്കുടുക്ക കെട്ടി തൂക്കും. എന്നിട്ട് ഇങ്ങനെ രാവിലെ കടവർക്ക എന്തേത് അല്ല, ഇതിനോട് പറങ്കോടം പറഞ്ഞാണ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അടിച്ചിട്ട് തുറന്ന ബർക്കത്ത് ഉണ്ടാവുന്നു. കണ്ടതാണ്. ഒരു പരിപാടി ഇന്ന് കണ്ണൂര് രാവിലെ എത്തിയതാ. അപ്പൊ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, പ്രാതൽ കുടിക്കാൻ വേണ്ടിയിട്ട് സുബീന്റെ ശേഷം എല്ലാ കടയും തുറക്കില്ലല്ലോ. അപ്പൊ തൊപ്പിട്ട ഒരാളെ കടന്നപ്പോ വണ്ടി ഒന്ന് അവിടെ നിർത്തിയതാ. അപ്പൊ ഇയാളെ പണിതാ ഒരു കെട്ടി തൂക്കിയ സാധനത്തിന് ഒരു വടി എടുത്തിട്ട്, ഇത് സ്കൂളൊന്നല്ലല്ലോ പഠിച്ചോനെ എന്തിയപ്പത് നീ. അപ്പൊ എന്നോട് പറഞ്ഞേ അവര് നമ്മളെ ഒരു തീയന് പറഞ്ഞാണ് ഇവിടെ വല്ലാത്ത മുസീബത്തുണ്ട്, ഇത് കെട്ടിത്തൂട്ടി ആയപ്പോ 4-5 അടി അടിച്ചിട്ട് കടാണ്ട് തുറന്നാൽ മതി എന്നാ ശരിയായിക്കോളൂന്ന്. ഞാൻ പറഞ്ഞേ നിങ്ങൾ സുബീ സ്കെച്ചിക്കണോ വെച്ച്. അല്ല സ്കെച്ചില്ല, സുബീ സ്കെച്ചില്ല, മങ്കൊടുക്കുമ്പോ കുട്ടിയുണ്ട്. ഇങ്ങനെയുണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ. കട്ടില വെക്കുന്ന സമയത്ത് വാതിൽപ്പടിനിടയിൽ സ്വർണം വെക്കാൻ ഞാൻ വലിയൊരു പ്രശ്നം. അതേ എന്ത് മുസീബത്താ ഉണ്ടാകാന്നറിയില്ല. കട്ടില വെക്കുന്ന സമയത്ത് പൊന്നിന്റെ കട്ട വെച്ചില്ല, ഭയങ്കര മുസീബത്താ. ഈ കട്ടില വെക്കണ ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് മര്യാദക്ക് സുബി കളാക്കാതെ നിൽക്കുക ചെയ്യണോ? അല്ലേണോ? സുബി നീ കളാക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്ത് വെച്ചിട്ടും കാര്യമില്ല. നിന്റെ ജീവിതം മൊത്തം നെഹസാ. എനിക്ക് നെഹസല്ലാത്തൊരു ദിവസമില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സുബിയും കളാക്കിയിട്ടാണ് കിടക്കുക. എന്നിട്ട് വലിയ ഉസ്താമാരെ കൊണ്ടിട്ട് കുത്തുബിയത്ത് എല്ലിക്കുക. കുത്തുബിയത്തിനെ എതിരല്ല, കുത്തുബിയത്തിനെ എതിരല്ല. ഇനി ആരും അങ്ങനെ ദുർവ്യാഖ്യാനിക്കണ്ട. പക്ഷേ സുബഹിസ്കരിക്കാത്ത നിന്റെ കുത്തുബിയത്ത് ജീലാനി തങ്ങൾ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിസ്കാരമില്ല, പക്ഷേ റബീഉൽ അവ്വൽ ഭയങ്കര ആഘോഷമാണ്. ആഘോഷം നല്ലത്, പക്ഷെ നിസ്കാരം തുടങ്ങി അല്ലെങ്കിൽ ക്ലിക്കാവൂല. അതുകൊണ്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. കണ്ടോ നിങ്ങള്, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ചില ആളുകൾ സാഹിർ എന്ന് പറയുന്നു, ചില ആളുകൾ കാഹിർ എന്ന് പറയുന്നു, ചില ആളുകൾ മജ്നൂൻ എന്ന് പറയുന്നു, ചില ആളുകൾ ഷായിർ എന്ന് പറയുന്നു, ചില ആളുകൾ പലതും പലതും പറയുന്നു. ഈ എല്ലാം കേട്ടുകൊണ്ട് സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ച് ആദരിച്ച് വളർത്തിയിരുന്ന കുടുംബക്കാരിൽ പ്രമുഖരായ ആളുകൾ പോലെ വിമർശനത്തിന്റെ അതാ എല്ലാ നിയമങ്ങളും ഭേദിച്ചുകൊണ്ട് കാട് കടന്നുകൊണ്ട് രൂക്ഷമാക്കിയപ്പോ കാരുണ്യത്തിന്റെ കടുകട്ടിയായ സ്നേഹത്തിന്റെ പ്രപഞ്ചമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ജമ്മിലൂനി യാ ഖദീജ, ജമ്മിലൂനി. അതിന്റെ മറ്റൊരു ഭാഗം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജമീലൂനിനെ എപ്പോഴാണെന്ന് പറഞ്ഞതെന്ന്. ആ തഫ്സീർ മാത്രം കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കരുത്, അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേറൊരു ഭാഗം ഇന്നലെ പറയാത്തത്, ഒരായത്തിന് എത്രയോ തഫ്സീറിന്റെ കാര്യങ്ങൾ, മറ്റൊരു ഭാഗം ഞാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആക്ഷേപങ്ങളെ കൊണ്ട് ടെൻഷനായിട്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ജമീലൂനി ഖദീജ. ശ്രദ്ധിക്കണേ. അപ്പൊ ഖദീജ പോപ്പിട്ട് കൊടുത്തു. അല്ലാഹ്, പോപ്പിലങ്ങനെ കിടക്കാണ്, വസ്ത്രത്തിന്റെ ഉള്ളിൽ, പോപ്പിന്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഫനസലൽ അമീനു മലക്കുതി. ഇനി ഈ ആയത്തിന്റെ ചില തഫ്സീർ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ ഞാൻ പറയും. അത് ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. അത് നമ്മളോട് കൂടിയാണ് പറയുന്നത് കേട്ടോ. യായുൽ മുസമ്മിൽ, ഓ വസ്ത്രം പോച്ച് കടന്നുറങ്ങണ നബിയെ. അത് റസൂലുള്ളാഹിന്റെ ഇസ്മല്ല, ആ ഹാലിൽ നിന്നുണ്ടായ ഒരു വസ്ഫാണ്. അങ്ങനെ റസൂൽ എപ്പോഴും പോപ്പം കൂടി കിടക്കൂല. റസൂൽ എപ്പോഴും നബിയാണ്, എപ്പോഴും റസൂലാണ്, എപ്പോഴും അബ്ദാണ്. പക്ഷെ എപ്പോഴും മുസമ്മിലല്ല, എപ്പോഴും പോപ്പുണ്ടാവോ? അപ്പൊ അത് ആ ഹാലിൽ നിന്നുണ്ടായ ഒരു വസ്ഫാണ്. ഓ പോപ്പും കൂടി കിടക്കണ അതന്നെ പടച്ചോനെ. നിങ്ങളെല്ലാരും ഉൾക്കൊള്ളോ എനിക്കറിയില്ല, ആലിമ്യങ്ങൾ മുത്താലിമ്യങ്ങളല്ല കേട്ടോ. ആ ഒരു യാ അയ്യുഹൽ മുസമ്മിൽ എന്നതിൽ അള്ളാഹുവിന് റസൂലുള്ളാഹിനോടുള്ള അങ്ങേ അറ്റത്തിന്റെ സ്നേഹ വായ്പ ഒരു ചെറിയ രൂപത്തിൽ സൈക്കോളജി വായിച്ച ഒരാൾക്ക് മനസ്സിലാവും. എന്താറിയോ, സത്യത്തില് ആളുകളൊക്കെ കൂടി കുറ്റം പറയുമ്പോ മനസ്സ് തളർന്നിട്ട് കിടക്കണേനേക്കാൾ നല്ലത് സജീവമായിട്ട് പ്രവർത്തിക്കലാണല്ലോ, അല്ലെ? അങ്ങനല്ലേ? അപ്പൊ ഈ കിടക്കണത് അതിനേക്കാളും നല്ലത് എണീറ്റ് പണിയെടുത്തോളി എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ നബി ഒന്ന് നീക്കി വരുന്നല്ലേ പറയുന്നത്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അതൊന്നുമല്ല. ഒരു മുസമ്മിൽ നാണ്ട് പറഞ്ഞിട്ട് തിരുത്താളെ തിരുത്തും ചെയ്ത് എന്നാ ഞാൻ ആക്ഷേപിക്കണം ചേട്ടോ എന്ന് പറയും ചെയ്തു. നമ്മളൊരു മോന് ഉഷാറായിട്ട് ഇങ്ങനെ പാട്ടിടുക. അപ്പൊ പാട്ടിൽ കുറെ അബദ്ധം വന്നു. അപ്പൊ സ്നേഹമുള്ള പറയും, പാട്ടുകാരാ ഒന്ന് ഇങ്ങനെയാണ് പാടിക്കാന്ന്. അപ്പൊ പാട്ടുകാരനാക്കലായി, അബദ്ധം തിരുത്തൂലേ? അല്ലാതെ പാട്ട് എന്താ പാട്ട് അറിയില്ലേ ചെയ്ത്താനെ? അറിയാതെ പാടാൻ നിൽക്കണം. ഞാൻ കുട്ടി സ്റ്റേജിൽ കേറൂല, നീ മേലാലെ കേറൂല. അങ്ങനെയല്ലേ തിരുത്തൽ? അതെന്നെ കുട്ടികളെ അനുസരണയും മാറിയല്ലോ. കുട്ടികൾക്ക് ഇപ്പൊ അനുസരണ ഉണ്ടോ? വാപ്പാരിപ്പോ കുട്ടികളോട് പറയണേന്നെ നേരെ സദസ്സെന്ന് പറയില്ല, കസേരന്ന് എണീച്ചിട്ട് അടുത്ത് പോയിട്ട് സലാം പറയാം, അസ്സലാമു അലൈക്കും. അപ്പൊ എന്റെ കുട്ടി മില്ലിൽ പോയിട്ട് പൊടി പൊടിച്ച് കൊണ്ടുവരുമോ? കാരണം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ആ പേടിയിലാണ് അവിടെ നീച്ചു പോയി പറയുന്നത്. അനുസരണ നാലായിട്ടുണ്ട് കേട്ടോളി. കുറച്ച് മനഃശാസ്ത്രം നല്ലതാ. നാലായിട്ടുണ്ട്. ഒന്ന് അച്ചടക്ക അനുസരണ, രണ്ട് പിറുപിറുക്കൽ അനുസരണ, മൂന്ന് വഴക്കാണി അനുസരണ. മൂന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞോ? ഇവിടെ പറഞ്ഞ ഇന്നലെ കൽപ്പന അനുസരണല്ല, മാറിപ്പോരുത്. പറഞ്ഞത് പറയില്ല, അതുകൊണ്ടാണ്. ഇന്നലെ കൽപ്പന പറഞ്ഞു, ഇന്ന് അനുസരണ അച്ചടക്കാൻ. അങ്ങോട്ട് നോക്കല്ല നിങ്ങളൊക്കെ, അതിങ്ങനെ ആളുകൾ വരെ ഇരിക്കും, നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ മതി.
അച്ചടക്കാനുസരണം. എന്തേ ബോംബ? അച്ചടക്കാനുസരണ, പിറുപിറുക്കൽ അനുസരണ, വഴക്കാണി അനുസരണ. ഞാൻ മൂന്നും പറഞ്ഞുതരാട്ടോ. നമ്മളെ കുട്ടിനോട് പറഞ്ഞു, എടാ മോനെങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്ക, എടാ നോമ്പർ ഞങ്ങളോടല്ല നോമ്പറക്കാനയക്കണ അളിയങ്ങനൊന്ന് പോയി വിളിച്ചോടുന്ന ഓൻ പന്ത് കളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഓന് പന്താണ്ട് ഉച്ചി കൊടുക്കും മറ്റോനക്ക്. ആ കൂട്ടുകാർ വെക്കിച്ച് കൊടുക്കാം, ഞാൻ അളിയനെ വിളിച്ചോണ്ട് ഞാൻ നോമ്പറക്കാനയക്കണം. അപ്പൊ കൂട്ടുകാർ എളുപ്പം പറയും, അളിയനെ വിളിച്ചോണ്ട് എന്റെ കാക്ക അവിടെ കാര്യമില്ല, കാക്കാനെ പറഞ്ഞാച്ചാ പോരാ എനിക്ക് പാട്ട്. അപ്പൊ ഓന് അത് നിങ്ങൾ പറയണ്ട, അതിന്റെ പെൺ അത് നിങ്ങൾ എന്നോട് പറയണ്ട, നിങ്ങൾ കളിച്ചോളി, ഞാനില്ല. ഉപ്പ എന്നോട് അളിയനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞ പിന്നെ ഞാൻ പന്ത് കളിക്കല, നിങ്ങൾ കളിച്ചോളി. അതാണ് അച്ചടക്ക അനുസരണം. ഇനി രണ്ടാമത്തെ ഒരു അനുസരണം ഉണ്ട്, അതും കേട്ടാൽ ഓൻ ചെയ്യും. പക്ഷെ എന്താണ്ടാകുന്നതോ, ഇവനിങ്ങനെ പന്ത് കളിക്കാം. ആ വാപ്പ പറഞ്ഞു, എടാ അമ്മ പായസം വെക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പില്ല, അണ്ടിപ്പരിപ്പ് ഇടുന്ന ഈ ചന്തക്ക് എന്നുണ്ടാവും ഒരു അണ്ടിപ്പരിപ്പ്. എന്നാ പിന്നെ ചെയ്യാതിരിക്കോ? ചെയ്യും. അണ്ടിപ്പരിപ്പ് വാങ്ങിക്കൊണ്ടിരും. പക്ഷെ അണ്ടിപ്പരിപ്പിന്റെ കടയിൽ എത്തുന്നത് വരെയും എത്തിയിട്ട് ആ പാക്കറ്റ് തിരിച്ചുമ്മാക്ക് കൊടുക്കുന്നവരും വാപ്പാനെ വെറു കൊടുക്കും. ചന്തന്റെ അണ്ടിപ്പരിപ്പ് തൊള്ളയിൽ പല്ലില്ല, അണ്ടിപ്പരിപ്പ് മഞ്ചരി. എന്നാ സംഗതി ചെയ്യും. സംഗതി ചെയ്യാതിരിക്കൂല, സംഗതി റെഡിയാണ്. അതിനാണ് പിറുപിറുക്കൽ അനുസരണാന്ന് സൈക്കോളജിക്കലായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അനുസരണം ഉണ്ട്, അത് ഇവിടുന്ന് ഒന്ന് കൂടിയതാ. അതാണ് വഴക്കാനെ അനുസരണം. അങ്ങനെ വാർത്ത ഉണ്ട് കൊണ്ടിരിക്ക, കയ്യിൽ റിമോട്ട് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് സീരിയൽ തുറക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് വാപ്പ വന്നിട്ട് കഥക് മുട്ടണത്. അപ്പൊ റിമോട്ടോട് കൂടി ഓഫാക്കാതെ ഇങ്ങോട്ട് വന്നു, കാരണം ഒരു 2 മിനിറ്റ് നഷ്ടപ്പെട്ട അത്രയും അഫ്വലായി ഭാഗത്ത് പോകണം. കൊണ്ട് ഓഫാക്കാതെ ആരാ കഥക് മുട്ടുന്നവർക്ക് വാതിൽ കൊടുക്കുന്നത്. അപ്പൊ നോക്കുമ്പോ വാപ്പേ എന്തേ, എടാ ഇനി അതൊന്ന് ഓഫാക്കിട്ടേ, അന്ന് അമ്മായിനൊന്ന് വിളിച്ചോടുന്ന, അമ്മക്ക് തീരെ സുഖമില്ല. ഇതിൽ റിമോട്ട് എടുത്തിട്ട് ടീമൊക്കെ കയറ്, ടി വി എടുത്തുകാണ്ട് താഴത്തേക്ക് ഷോക്കേസിലുള്ള ക്ലാസ് ഒക്കെ എടുത്തിട്ട് വാപ്പാന് മൂത്തക്ക്, എന്നിട്ട് നേരെ അമ്മായിനെ പോയിട്ട് കൂട്ടി കൊണ്ടുവരും. സംഗതി ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തു കൂട്ടി അവിടെ? ഇതിനാണ് വഴക്കാനെ അനുസരണാന്ന് പറയാം. നിങ്ങൾ ചിന്തിക്കും, നമ്മൾ പറഞ്ഞാൽ നമ്മളെ മക്കൾ ഏതാണ് ഇപ്പൊ ഇതിൽ നടത്തുന്നത്? ഞാൻ പറഞ്ഞ ആദ്യത്തേതാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഖദീജാബിയുടെ കുടുംബത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട്, ആയിഷാബിയുടെ സംസ്കാരത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക കുടുംബത്തിലെ തലവന്മാരും നായകന്മാരുമാണ്. 2ഉം 3ഉം അനുസരണയാണ് കുട്ടികൾ നടത്തുന്നതെങ്കിൽ നമ്മളുടെ ന്യൂ ജനറൽ സംസ്കാരമാണ്, ഇസ്ലാമല്ല. നീ ഇതല്ലാത്ത മറ്റൊന്നും കേട്ടോ, അത് ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ തീരൂല, അത് വേറെ എവിടെയും പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ നമ്പർ ആയിരിക്കണം നമ്മളെ മക്കള്. വാപ്പാക്ക് പിടിച്ചോടുത്ത മക്കള് കിട്ടൂലെങ്കിൽ മനുഷ്യ ആ ഭൂമിന്റെ അടിക്ക് പോ. വാപ്പ എന്ന് പറഞ്ഞാൽ അന്തല്ലാതെ നടക്കല്ലേ. വാപ്പാക്ക് പിടിച്ച മക്കളെ കിട്ടൂല. പിന്നെ എന്തിനാ വാപ്പായത്? പാപ്പ ഇപ്പൊ കല്യാണത്തിനൊക്കെ പുതിയാപ്പിള വരുമ്പോ അതിലേക്ക് അബൂജയിലായിരുന്നു. പാപ്പാരോട് ചോദിക്കുമ്പോ വാപ്പ പറഞ്ഞതാ പിടിച്ചാ കിട്ടണ്ടേ, പിന്നെ എന്തിനാ ഭൂമിയിൽ വാപ്പ മണ്ണിന്റെ അടി പോയി. കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാ? കാസർഗോഡാണ് ഒരു ആളെന്റെ കയ്യിൽ എഴുത്തുന്നത് ദ്വാരക്കാൻ നേരത്ത്, പുതിയാപ്പളിനെ കണ്ട് പേടിച്ച് മരിച്ചുപോയ അമ്മോശന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. കാര്യം പറയാം, ദ്വാരക്കണേനും ഞാൻ അടുത്തുള്ള ഹസീബിനോട് വെച്ച് ഇതെന്താന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ മുത്തക്കയാര് മനുഷ്യനായിരുന്നു, മോളെ ഒരു കുടുംബത്തേക്ക് നോക്കി കെട്ടിച്ചു. വാപ്പ നല്ലവനാ, മോൻ കുറച്ച് റൗഡിയാണ്. പക്ഷെ അത് ഇയാൾ ചിന്തിച്ചില്ല. വാപ്പാനെ നോക്കിയിട്ട് തീരുമാനിച്ചു, കല്യാണം തീരുമാനിച്ചു. കല്യാണത്തിന്റെ പന്തലിങ്ങനെ ഇരിക്കണം ഇയാള്, കയ്യിലും ആ പച്ച മാലയുണ്ട്, തസ്ബീമാല, വലിയ താമ്പുണ്ട്, തൊപ്പിയൊക്കെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ ഇരിക്കുക, മാലി മറിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട്. പുതിയാപ്പിള വരാണ്ട്, പുതിയാപ്പിളക്ക് ഇരിക്കാനുള്ള കസാരയിൽ മുണ്ടിട്ടിട്ടുണ്ട്. പുതിയാപ്പിള കണ്ട് വരുമ്പോ പുതിയാപ്പിള്ള വരവ് മറ്റേ ദജ്ജാലിനെ കൊണ്ടുവരാൻ അയാൾ കൊണ്ടുവരുന്നത്. എല്ലാ ശബ്ദം ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ട്. വലിയ ബസ്സിലാ വരണത്. അപ്പൊ ഇയാളിങ്ങനെ തസ്ബീമാല പിടിച്ചിട്ട് പാളി വെക്കാണ്. പുതിയാപ്പിള വരുവാനും ബസ് കണ്ട് ഇറങ്ങിയ ഉടനെ ഒറ്റ പൊട്ടേ എന്നറിയാം. അതിന് ഇയാളൊന്നാണ് ഞെട്ടി. എന്താന്ന് വെച്ച് കത്തീവിനോട്, നിങ്ങളെ മരവും വരാമല്ലോ പുതിയാപ്പിള, അതിനെതിനെ പൊട്ടെന്ന് വെച്ച്. അപ്പൊ പടക്കം പൊട്ടിയതാണെന്ന് പറഞ്ഞു. അതിന് പടക്കം പൊട്ടലൊക്കെ പുതിയാപ്പിള ഇറങ്ങണതിന് മുമ്പ് അബുദാബി സുന്നത്ത് പെട്ട സംഗതികളാണ്. അല്ലെങ്കിൽ നിക്കാഹ് സഹിയാത്ത പോലത്തൊക്കെ പറ്റിയിട്ടുള്ളത്, അള്ളാഹു കാക്കട്ടെ. പടക്കം പൊട്ടിയതാണ്. അതിൽ ഇയാളൊന്നാണ് ഞെട്ടി. പിന്നെ പുതിയാപ്പിളം കണ്ട് വരുന്നേ കണ്ടു. അപ്പൊ മോളെ കാണാൻ വന്ന ദിവസത്തെ പുതിയാപ്പിളൊന്നും അല്ല, ഇവന് വേറൊരു കോലയിക്കണം. കൂടെ കുറെ ആൾക്കാർക്ക് മുഖമൂടിയും ഓല് കുപ്പാൻ വെച്ചിട്ടുള്ള ചാട്ടവും തുള്ളലും കൂടി കണ്ടപ്പോ ഇയാള് മുമ്പ് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാ. അയാൾ ഒരു വലിയാണ്ട് വിളിച്ചു, ഈ പഹയന്റെ അടുത്ത് കാലം എന്റെ മോള് രാത്രി പോണെന്ന്. ആ വലിയിൽ അയാൾ അടുത്തുള്ള ഖത്തീബിന്റെ മടിയേക്കാണ് വീണു. അവിടെ കിടന്നാണ് മരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് വാതിനാണ് എനിക്ക് എഴുതി തരാം, മരുവാനെ കണ്ട് പേടിച്ച് മരിച്ച അമ്മോശന് ദ്വാരക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ഈ പോക്കുവായ നമ്മളെ എവിടെ എത്തും? ഞങ്ങളിതൊക്കെ പറയണ്ടേ? പ്രസംഗത്തിൽ ചരിത്രം മാത്രം പറഞ്ഞു പോയാൽ മതിയോ? ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ തിരുത്തണ്ടേ? നമ്മളെ മടക്കളെ അടക്കണ്ടേ? അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, ബാപ്പയാണല്ലോ പറഞ്ഞു നിൽക്ക് മോനാണ്ട് കേൾക്കണം. ആ സെറ്റപ്പിൽ കുട്ടികളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ഒരു ലോകത്തും ഒരു ഹൈറുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കളിൽ നിന്ന് വാപ്പ ആഗ്രഹിക്കേണ്ടത് പണല്ല. മക്കൾ ഉമ്മത്ത് മുഹമ്മദിൽ മെമ്പർമാരെ കൂട്ടാനാണ്. അന്നം മക്കളിൽ നിന്നല്ല കിട്ടേണ്ടത്. പിന്നെ എന്തിനാ പടച്ചോന്റെ ആവശ്യം? അന്നം തരുന്ന പടച്ചോനാ, മക്കളല്ല. മക്കളുടെ ലക്ഷ്യം അത് ഉമ്മത്ത് മുഹമ്മദിൽ മെമ്പർമാരെ കൂട്ടലാണ്, സ്വർഗത്തിലേക്കുള്ള ആളെ കൂട്ടലാണ്. അത് ലക്ഷ്യാക്കിയാൽ ആ കുടുംബം സന്തോഷമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണേ ദീർഘിപ്പിക്കുന്നില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മർമ്മമായ ചില സുപ്രധാനമായ ഭാഗങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നുകൊണ്ട് എനിക്കും ധൃതിയുണ്ട്. ഇത് കഴിഞ്ഞുകൊണ്ട് 2 പരിപാടിയിൽ എത്തേണ്ടതുണ്ട്. ഒന്ന് തിരൂരാ, മറ്റൊന്ന് അസർക്ക് പരപ്പനങ്ങാടിയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല. കൂട്ടത്തിൽ പള്ളി ഇമാമിങ്ങൾ ആരെങ്കിലും സമയം മറന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ബാങ്ക് കൊടുക്കാനുള്ള സമയത്ത് നിങ്ങൾ പോകണോ? ഈ പരിപാടി കൊണ്ട് നിങ്ങളുടെ ഖുതുബത്തിന് മുടക്കം വരികയും ചെയ്യരുത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കാതെ ഇൻഷാ അല്ലാഹ്. ഇന്നലെ അറിയാതെ എന്റെ മോന്റെ എന്തോ സംഗതി ഞാൻ പറഞ്ഞു. കുറെ കുട്ടികൾ പ്രസംഗിക്കും, കൂട്ടത്തിൽ ഇവനും പ്രസംഗിക്കുന്നു. അപ്പൊ ഇന്നലെ എന്റെ സുഹൃത്ത് ശരിക്കലി ആങ്ങാട്ടൂരുണ്ടായിരുന്നു. അത് എന്ന് എന്നോട് പറഞ്ഞു, വീട്ടിൽ നോമ്പറയാണ്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പരമാവധി എത്താൻ ഞാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം അടക്കം ഇന്നലെ മോനൊന്ന് കുറച്ച് പ്രസംഗിക്കണം നിർബന്ധം പറയുന്നു. വേറെ കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഓനൊന്ന് പ്രസംഗിക്കാൻ 5 മിനിറ്റ് സമയം കൊടുക്കും വേണം. ഒക്കെ കൂടി ഏറ്റവും വളരെ പെട്ടെന്ന് നിർത്തും. ഇനിയുള്ള സമയങ്ങൾ മൊത്തം ഒരു സെക്കൻഡ് നഷ്ടപ്പെടാതെ ഖദീജാബിയുടെ വ്യക്തിത്വ പ്രഭാവത്തിൽ നമുക്കൊന്ന് ലയിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് സൗകര്യമാണ്. ഇപ്പൊ കറണ്ട് അത് എനിക്ക് സൗകര്യമാണ്. കാരണം എനിക്ക് മെല്ലെ പറഞ്ഞാൽ മതി. നാനാഭാഗത്തും ഫാനും കാറ്റും ഒക്കെ കൂടി വന്നിട്ട് ശബ്ദം കണ്ട് അലച്ചിട്ട് ഞാൻ കുറെ ഒച്ചതിന്റെ ആവശ്യം വന്നിരുന്നു. അപ്പൊ ഞാൻ മെല്ലെ പറഞ്ഞ നിങ്ങൾ കേൾക്കണില്ലേ? അത് അപ്പൊ അതൊക്കെ ഓരോന്നും അതിനാ സമയത്ത് അങ്ങനെ നീ വന്നാൽ അതും ഹൈറാണ്. അല്ല വന്നാൽ ഇനിയിപ്പം കുഴപ്പമെന്ന് പറഞ്ഞിട്ട് പിന്നല്ലേ സിദ്ദീഖല്ലേ അങ്ങോട്ടായിരിക്കും. ശരി, നിങ്ങൾ അവിടെ ഇരിക്കണ്ടല്ലേ ഇവര് എന്തേ? അല്ലല്ല, ഇന്നലെ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ 2 അക്ഷരം പറയണം. നിങ്ങൾ എന്തേലും അത് ഇന്നലെ പറഞ്ഞല്ലേ. ഇന്നേതായാലും സമാപന ദിവസമാണ്. എനിക്ക് വൈകുന്നത് ഞാൻ സഹിച്ചോളാം. നിങ്ങളും സഹിക്കൂലേ? എനിക്ക് വേറെ സ്ഥലത്തേക്ക് 2 എണ്ണം എത്താണ്ട്. അവിടെ സംഘാടകരെ ഈ പറഞ്ഞാൽ പുറപുറുക്കലുണ്ടാവും. ഞാൻ സഹിച്ചോളാം. പക്ഷെ നിങ്ങളും സഹിക്കണം കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് 1 മണി ആകുമ്പോഴേക്ക് അതിന് മുമ്പേനെ ഒക്കെ കഴിഞ്ഞിട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. യാ അയ്യുഹൽ മുസമ്മിൽ. അതെ തുലരി മാൻ കൊടുക്കാൻ പോകട്ടോ. ഇവിടെ അടുത്ത പള്ളിയിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ചെയ്യട്ടെ. കുറെ പ്രാവശ്യം ഇന്നാണ്ട് ഒരു പരിപാടിക്ക് ക്ഷണിക്കണേ. പെട്ടെന്ന് ഡേറ്റ് കൊടുക്കാനുള്ള സൗകര്യം അല്ല ചെയ്തു തരട്ടെ. ആയിക്കോട്ടെ പോയിട്ട് അവിടെ നിസ്കരിക്കാറങ്ങി അപ്പം കൊടുക്കും. എല്ലാവരും കൂടി കൊണ്ട് വളരും. എൻ്റെ ഒരു ഡേറ്റ് തരാത്ത വെച്ചിട്ട് ഇൻഷാല്ലാഹ് വൈകാതെ കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ചിന്തിക്കണേ. മൂടി പൊതച്ച് വസ്ത്രം ധരിച്ച് കിടക്കുന്ന മുത്തുനബിയെ, എന്തൊരു സ്നേഹമാണ് റബ്ബേ, എന്തൊരു സ്നേഹമാണത്. എന്നാ തിരുത്തലായി, എന്നാ പറയലായി, എന്നാ പറഞ്ഞിട്ടില്ല, എന്നാ ഓമനിക്കലായി, എന്നാ പിന്നെ ചെറിയ രൂപത്തിൽ ഒരു നുള്ളലായി. എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ? അയ്യുഹ എന്നത് റഹ്മത്തിന്റെ വാക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ റമളാനിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അയ്യുഹ കൊണ്ട് തുടങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനോ. അതുകൊണ്ടാണ് കാഫിരീങ്ങളെ വിളിച്ചപ്പോഴും അയ്യുഹ എന്ന റഹ്മത്ത് കൊണ്ട് വിളിച്ചു. അതുകൊണ്ടാണ് ഇമാം ഗസാലിക്ക് ഒരു കിതാബുണ്ട്, അതിന്റെ പേര് അയ്യുഹൽ വലദ് എന്നാണ്. തന്റെ ശിഷ്യൻ നന്നാവാനുള്ള കാരണങ്ങൾ ചോദിച്ച് ഗസാലി ഇമാമിന് കത്തെഴുതിയപ്പോൾ അതിന് മറുപടി കത്തെഴുതിയത് അയ്യുഹൽ വലദ് എന്ന പേരിലാണ്. അത് ഓമനയുടെ വിളിയാണ്. ആ ഓമനയോട് റസൂലുള്ളാഹിനെ വിളിക്കുകയാ, യാ അയ്യുഹൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ. ഞാനെന്താ ഇങ്ങനെ കയ്യൊട്ടുന്നറിയോ? ഞാൻ അറിയാതെ ആയത്തിന്റെ ഉള്ളത്തിന്റെ കൽബ് ഇങ്ങനെ ഇറങ്ങാണ്. അർത്ഥം വെക്കാൻ തോന്നുന്നില്ല. അത് അർത്ഥം വെക്കാൻ കഴിയില്ല. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. നാട്ടേര് കുറ്റം പറയുമ്പോഴേക്ക് തളർന്ന് കിടക്കല്ലേ നബിയെ? അതിന് വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ശാസ്ത്രം പറഞ്ഞുതരാം. നമ്മൾ നല്ല ടെൻഷൻ അടിച്ച് കിടന്നാൽ ആ ടെൻഷൻ ഇച്ച മനുഷ്യന്റെ കൽബ് ചൂടായി കിടക്കുന്ന മനുഷ്യന്റെ വേർപ്പ് വിഷാണ്.
രോഗം ഉണ്ടാക്കുന്ന. ആ വേർപ്പ് വസ്ത്രത്തിലാണാകുക. പോരാ, കൽബിന്നുണ്ടാകുന്ന ഈ ചൂടന്നെ വസ്ത്രത്തിൽ തട്ടുന്ന, അത് വസ്ത്രത്തിന് കേടാ, ശരീരത്തിന് കേടാ. ആ ശാസ്ത്രം പഠിച്ച ആളുകൾ ഈ ആയത്ത് കണ്ടാൽ ജോസഫ് ആണെങ്കിൽ അബൂബക്കറാവും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയും. കാരണം ടെൻഷൻ അടിച്ചിട്ട് കിടക്കാനും മുഹമ്മദ്. അപ്പൊ നീച്ചിട്ട് പറയാണ് ആ കോപ്പാണിട്ട് നിസ്കരിക്കാൻ നോക്കിന്ന്. കാരണം ആ ടെൻഷന്റെ വേർപ്പ് ഉണ്ടാക്കണ്ട. തഫ്സീറല്ലോ, ഖുർആൻ ആര് കൈകാര്യം ചെയ്താലും അവർക്കതിൽ മുത്തും പഴയുണ്ടാകും. അതാണ് ഖുർആൻ. ശാസ്ത്രജ്ഞന്റെ കയ്യിൽ ശാസ്ത്രീയ ഗ്രന്ഥമാണ്, മതപണ്ഡിതന്റെ കയ്യിൽ മതത്തിന്റെ ഗ്രന്ഥമാണ്, സാഹിത്യകാരന്റെ കയ്യിൽ സാഹിത്യത്തിന്റെ ഗ്രന്ഥമാണ്, സംഗീതജ്ഞന്റെ കയ്യിൽ ആത്മാവിന്റെ സംഗീതമാണ്, ചരിത്രകാരന്റെ കയ്യിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥമാണ്. അതല്ലേ ഖുർആൻ. لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. ഇനി ആ ഇമാമിങ്ങളൊന്നും പറയാത്ത സംഗതി വെറും ശാസ്ത്രീയ വീക്ഷണത്തിലൂടെ നിങ്ങളെന്താ പറയുന്നത് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇമാമിങ്ങളെ കിതാബിൽ ഇതിന്റെ ഇബാർത്ത ഞാൻ കാണിച്ചു തരാം. അത് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ചോദിച്ചോളൂ. ഇത് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇമാമിങ്ങൾ എഴുതി വെച്ച ഇബാറത്തുനിന്ന് കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇമാമിങ്ങൾ പറഞ്ഞതിന് എതിരല്ല, ഇമാമിങ്ങൾ പറഞ്ഞതും അടിസ്ഥാനമാണ്. പക്ഷെ ഖുർആൻ നിത്യകന്യകയാണ്, അതിന് വാർദ്ധക്യമില്ല, അത് എന്നും ശോഭയാണ്. ആര് തപ്പിയാലും അവർക്കതിൽ ഒരുപാട് മുത്തും മണികളും കിട്ടും. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആക്ഷേപത്തിന്റെ മധ്യേ ഹൃദയം ടെൻഷനടിച്ചുകൊണ്ട് വൈഷമത്തോടെ കടക്കുന്ന നബിയേ, നിങ്ങൾ രാത്രി എണീറ്റ് നിസ്കരിച്ചോ? അതിന് മറ്റൊരു കാര്യം മനസ്സിലായി. എന്താ അറിയോ? എന്താ മനസ്സിലായത്? എത്ര ടെൻഷനുള്ള ആളുകളും രാത്രി എണീറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ടെൻഷൻ പോകും. അതാണ് അതിന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം. രാത്രി നിസ്കാരാനാ പറഞ്ഞത്, തഹജ്ജുദ് നിസ്കാരാണ്. ഇത് പറയുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് തഹജ്ജുദ് ഫർളായിരുന്നു, പിന്നെ സുന്നത്താക്കിയതാ. നിങ്ങൾ ടെൻഷൻ അടിച്ച് കിടക്കുന്ന റസൂലുള്ളാഹിനോട് പറയാൻ എണീറ്റ് രാത്രി നിസ്കരിച്ചോളിന്ന്. എന്താ? എന്നാ ടെൻഷൻ പോവും. മുഴുവനും നിസ്കരിക്കണ്ട, കലീല കുറച്ച് സമയം. അതിന് തഫ്സീൽ കാണാ തുലുസ്, മൂന്നിലൊരു ഭാഗം. പഴയകാല ആരിഫ്യങ്ങളും സൂഫിയാക്കളും ഇമാമിയങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായി. തൊട്ടടുത്ത് ജൂതന്മാരെ കുടുംബാണ്, ജൂതക്കുടിലാണ്. ആ വീട്ടിൽ കഴിയുന്ന കുട്ടിയെ അച്ഛന് രാത്രി 2:30 മണിക്ക് എണീച്ചിട്ട് മൂത്രയിപ്പിക്കലുണ്ട്. കുട്ടികളെ മൂത്രയിപ്പിക്കാൻ വാപ്പാരെ കൊണ്ട് ഇരുത്തലില്ലേ? ഇല്ലേ? അവിടെത്തന്നെ മൂത്രയില്ലേ? അച്ഛൻ അതൊന്നും ഉണ്ടാലില്ലേ? ഈ പമ്പയെ തേട്ടിട്ട് ഒന്നായിട്ട് പൊത്താൻ തോന്നുന്നില്ല, റോക്കടൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനുള്ളിൽ മൂത്രം കെട്ടിയിട്ട് സുബീര കുട്ടി അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ്. എന്നിട്ട് പിന്നെ രാവിലെ അമ്മ പത്തിരി ഉണ്ടാക്കാൻ പോവാണ്. 9-10 മണി വരെ കുട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊക്കെ പമ്പേഴ്സിന്റെ ഉള്ളിൽ. അതൊക്കെ താങ്ങിയിട്ട് ഇത് സർഫാക്കപ്പെട്ട ഒരു സാധനം പോലെ കുട്ടി ഇങ്ങനെ ചുമന്ന് നടക്കുകയാണ്. ഈ കുട്ടിക്ക് എത്ര മരുന്ന് കൊടുത്താലും മാറാത്ത സോക്കർ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അതൊക്കെ എന്റെ പ്രിയ സുഹൃത്ത് സിദ്ദീഖിൽ അങ്ങോട്ടും കൂടി വിഷയമാണ്. കാരണം ഇപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പമ്പേഴ്സങ്ങൾ കെട്ടിക്കോളി, അതിനൊക്കെ ചില സമയമുണ്ട്, യാത്രക്കുണ്ട്. അപ്പൊ നിവൃത്തിയില്ലെങ്കിൽ കെട്ടിക്കോളി. പക്ഷെ പമ്പേഴ്സ് കെട്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം പമ്പേഴ്സിനുള്ളിൽ മൂത്രം ഉണ്ടായി നിങ്ങളുടെ ശരീരത്തിൽ തട്ടിയിട്ടില്ലെങ്കിലും മൂത്രമാകുന്ന പമ്പേഴ്സ് വഹിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്താൽ ആ സ്റ്റോപ്പ് സഹിയാവില്ല. ഉമ്മർക്കും അജനൊക്കെ പോകുന്ന സഹോദരിമാർ ചെറിയ കുട്ടികളിട്ട് പോകണമെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ഇത് പറയാൻ മറക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ മൂത്രമാകുന്നില്ല, മൂത്രമുള്ള സാധനം വഹിച്ചാൽ സ്റ്റോപ്പ് സഹിയല്ല, ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കും. എന്തേ പറഞ്ഞേ? രാത്രി എണീറ്റ് നിസ്കരിച്ചാൽ അയിമ എല്ലാ സിഹറും ബാത്തിലാവും. മൂന്നിലൊരു ഭാഗമെങ്കിലും മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസി ജൂതനാണ്. അച്ഛനതാ പ്രിയപ്പെട്ട മകനെ രാത്രി 2:30 മണിക്ക് മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടി എണീച്ചുകൊണ്ട് പുറത്തു പോയിട്ട് മൂത്രമൊഴിപ്പിക്കോ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു
ആസി പൈസക്ക് ബേജാറിറങ്ങിയിട്ടുണ്ട്, പിരിവിന്റെ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ ഉസ്താദേ എന്നുള്ള ബേജാറാണ്. നിങ്ങൾക്കാണെങ്കിൽ മൂപ്പരെ കണ്ടിട്ട് വേറെ ബേജാറും തോന്നിയിട്ടുണ്ടാവും, അഥവാ കൊടുത്തില്ലെങ്കിൽ അയാൾ എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് അങ്ങനെ കോലം കണ്ടാൽ തോന്നുന്നുണ്ടല്ലോ. ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ബേജാറ് തീർത്തിട്ട് പോകണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ രാത്രി അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ അന്ന് രാത്രി ഈ കുട്ടിയെ എണീച്ചിട്ട് അച്ഛനതാ മൂത്രമൊഴിപ്പിക്കാണ്. രാത്രി മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടി മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയപ്പോ അച്ഛൻ ഇങ്ങനെ മൂത്രമൊഴിപ്പിക്കുമ്പോ ഈ കുട്ടി അബൂ ഹനീഫ തന്നെ വീട്ടിൽ നോക്കിയിട്ട് അച്ഛനോട് പറയാ, അച്ഛാ 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 അച്ഛാ, ആ വീട്ടിൽ കൊലായ്മ ഉണ്ടായിരുന്നല്ലോ ഒരു വെളുത്ത തൂണ്, അതിപ്പോ കാണാൻ ചെല്ലോ എന്ന്. മനസ്സിലായി നിങ്ങൾക്ക്? ആ വീട്ടിൽ കൊലായ്മ ഒരു വെളുത്ത തൂണുണ്ടായിരുന്നല്ലോ, ആ തൂണ് ഇപ്പൊ കാണാൻ ചെല്ലോ, അതെവിടെ പോയി അച്ഛാന്ന്. മുസ്ലിമി അബൂ ഹനീഫ തന്നെ വീട്ടിൽ നോക്കിയിട്ട് വാപ്പന്റെ കാലുമരുന്നിട്ട് മൂത്രയിക്കണ ഈ കുട്ടി അച്ഛനോട് ചോദിക്കാണ്, അച്ഛാ ആ മുസ്ലിമീങ്ങളുടെ വീട്ടില് കൊലായ്മ ഒരു വെളുത്ത തൂണുണ്ടായിരുന്നല്ലോ നീണ്ടിട്ട്, ആ തൂണ് ഇപ്പൊ കാണാനില്ല, ആരാ പൊളിച്ചത് എന്ന്. ഏതാ വെളുത്ത തൂണെന്ന് അറിയോ? ഈ കുട്ടി എപ്പോ നീറ്റ് മൂത്രയിക്കാറും അബൂ ഹനീഫ വേണ്ടിയിട്ട് താജ് നിസ്കരിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഈ കുട്ടി മനസ്സിലാക്കി വെളുത്ത തൂണാണെന്ന്. വെള്ള ജുബ്ബയും തുണിയും തലക്കെട്ടും കെട്ടിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഈ ഇളകാതെല്ലാം നിൽക്കുക. നമ്മൾ നിസ്കരിക്കണ ആര് ഒന്ന് മൊബൈൽ എടുത്ത് ഇങ്ങനെ ആകുമ്പോ തൂണാന്ന് തിരിയില്ലല്ലോ, മനസ്സിലാൻ തീരല്ലോ, ഇളകാതെ നിൽക്കുക. അപ്പൊ ഇത് ഈ നൃത്തം കണ്ടപ്പോ കുട്ടിക്ക് തോന്നിയ തൂണാണെന്ന്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായെന്ന് രാത്രി താജ് നിസ്കരിക്കാൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇല്ലല്ലോ. അപ്പൊ കുട്ടി ചോദിക്കാണ്, അച്ഛാ ആ വീട്ടിൽ നിന്ന് വെളുത്ത തൂണ് ആരെ മുറിച്ച് മാറ്റിയതെന്ന്. അപ്പൊ മൂത്രയിക്കുന്ന കുട്ടിയോട് അച്ഛൻ പറഞ്ഞു, മോനെ അത് വെളുത്ത തൂണല്ല, ആ വീട്ടിലെ മുസ്ലിയാരെ എണീറ്റിട്ട് സാഷ്ടാംഗം നമിക്കുന്നത് നീ നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നീ കണ്ടതാ, അല്ലാതെ വെളുത്ത തൂണല്ല. നമ്മൾ ആരെങ്കിലും താജ് നിസ്കരിക്കണവരുണ്ടോ? ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവർക്ക് തുടങ്ങാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. ഉമ്മമാരെ വലിയത്തുള്ളാഹി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല എല്ലാ ദിവസങ്ങളിലും 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മഹദിയാണ്. ഈടെ അടുത്ത് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് എല്ലാ ദിവസങ്ങളിലും 100 റക്അത്ത് നിസ്കരിച്ചിരുന്ന സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാനാ. 100 വേണ്ട, 10 വേണ്ട, ഒരു 2 റക്അത്ത് നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ട്? അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈലി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ നിസ്കാരം പാതിരാവിന്റെ ഉള്ളറയിൽ ചെയ്യുന്ന നിസ്കാരമാണ്. നബിയുനാ റസൂലുള്ളാഹി രാത്രി എണീച്ചിട്ട് ഒരു 2 റക്അത്ത് പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റക്അത്താനി യർകഉഹുമാ ഇബ്നു ആദം ഫീ ജൗഫിൽ ലൈലിൽ അഖീർ ഖൈറുൻ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പാതിരാവിന്റെ ഉള്ളറയിൽ ഒരു മനുഷ്യൻ എണീച്ചുകൊണ്ട് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം ദുനിയാവും അതിലുള്ളത് മുഴുവനും അവന് കിട്ടുന്നതിനേക്കാളും നേട്ടമാണെന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ല, 1-2 തീരുമാനങ്ങൾ എടുത്തൂടെ? ഒന്നാണ് തുടങ്ങിക്കൂടെ? നമുക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം? തുടങ്ങിക്കൂടെ? എന്നാ കുടുംബത്തിക്ക് ഒരു ഹദീസ് പറഞ്ഞുതരാം, കേട്ടോളൂ. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി വഅയ്ഖല അഹ്ലാ ഖാമ മിനൽ ലൈലി ഫസല്ലാ വഅയ്ഖല അഹ്ലാ ഫസല്ലത്ത് വഇന്നബത് നവജ ഫീ വജ്ഹിൽ മാ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനെ അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഭർത്താക്കന്മാരെ കേട്ടോളി, ഒരു മനുഷ്യനെ വളരെ ദൂരെ നിന്ന് വന്ന ചെറുപ്പക്കാരുണ്ട്, കേട്ടോളി, നടപ്പിലായിക്കോളി, എനിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹിമല്ലാഹു റജലൻ, ഒരു പുരുഷൻ അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്താ അവന്റെ സ്വഭാവം? കാമമില്ലയില് ഒരു രാത്രി എണീച്ചു, ഫസല്ല, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു, വഅയ്ഖല അഹ്ല, അടുത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, അത് തെറ്റിപ്പോയി കിടക്കൂലല്ലോ, ആ പെണ്ണുങ്ങളൊന്നും ഉണർത്തി, അയ്യോ എണീച്ച ഫസല്ലത്ത്, ഓളൊന്ന്